അക്ഷരസൗരഭം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മലയാള സാഹിത്യ ലോകത്ത് വ്യത്യസ്തമായ എഴുത്തുശൈലിയും ആഴമുള്ള ചിന്തകളും കൊണ്ട് ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് ശ്രീ GR ഇന്ദുഗോപൻ. വാക്കുകളിലൂടെ മനുഷ്യഹൃദയത്തെ സ്പർശിക്കുകയും ജീവിതത്തിന്റെ സങ്കീർണതകളെ അതീവ സൂക്ഷ്മമായി വരച്ചു കാട്ടുകയും ചെയ്യുന്നു. മനുഷ്യജീവിതത്തിന്റെ നിഗൂഢതകളും മനുഷ്യന്റെ ഉള്ളറകളുമെല്ലാം തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ വായനക്കാരുടെ മനസ്സിൽ വേറിട്ട സ്ഥാനം നേടിയവയാണ്. ചരിത്രത്തിന്റെ ഇഴകളിലൂടെ സഞ്ചരിച്ച് രചിച്ച ആനോ എന്ന നോവലിലൂടെ 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ GR ഇന്ദുഗോപനാണ് ഇന്ന് അക്ഷരസൗരഭത്തിന്റെ അതിഥി. അദ്ദേഹവുമായുള്ള സംഭാഷണം ഇനി നമുക്ക് കേൾക്കാം. നോവലിസ്റ്റ്, കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, പത്രപ്രവർത്തകൻ, അങ്ങനെ വിവിധ നിലകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന പേരുകളൊന്നായി മാറിയ ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥി. 2024 കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച നോവലിനുള്ള പുരസ്കാരം നേടിയ ആനോ അടക്കം നിരവധി കൃതികൾ എഴുതിയ ശ്രീ GR ഇന്ദുഗോപൻ, സ്വാഗതം. നമസ്കാരം. ആനോ എന്ന നോവൽ സാഹിത്യ അക്കാദമി അവാർഡ് നേടി. അത് വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ കണ്ട് പരിചയിച്ച ഒരു GR ഇന്ദുഗോപൻ സൃഷ്ടിയല്ല ശരിക്കും നമ്മുടെ കണ്ണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ആനോ നമ്മുടെ കേരളത്തിൻ്റെ തീരത്ത് നിന്ന് പോർച്ചുഗൽ വഴി റോമിലെത്തി അവിടെ മാർപ്പാപ്പയുടെ വളരെ പ്രിയപ്പെട്ട ഒന്നായി മാറിയ ഒരു ആനക്കുട്ടിയെ കേന്ദ്രമാക്കി നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു നോവൽ, ഒരു കൺസെപ്റ്റാണ് അതിനകത്തുള്ളത്. അതെ. എങ്ങനെയാണ് ഈ ഒരു കഥയുടെ തന്തുവിലേക്ക് എത്തിയത്? ഇത് ഒരു അമേരിക്കൻ മ്യൂസിയത്തിൻ്റെ ക്യൂറേറ്ററായ സിൽവിയോ ബദനി എന്ന് പറഞ്ഞ ഒരു മഹാനായ ചരിത്ര മ്യൂസിയം സൂക്ഷിപ്പുകാരനായ ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരിക്കൽ വത്തിക്കാനിൽ പോയപ്പോഴത്തേക്ക് അവിടുത്തെ മ്യൂസിയം എന്ന് വെച്ചാൽ 1500-2000 വർഷത്തോളം പഴക്കമുള്ള പഴയ രേഖകളൊക്കെ ഉള്ള സഭയുടെ ചരിത്രത്തോളം പഴക്കമുള്ളതാണ്. അവിടെ കുറച്ച് അസ്ഥി കഷ്ണങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തിൻ്റെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് തിട്ടപ്പെടുത്തിയിട്ടില്ല, എന്തിൻ്റെയാണെന്ന് അറിയത്തില്ല, ഒരു പക്ഷേ മാമത്തിൻ്റെതായിരിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, മാമത്തിൻ്റെ ആവാൻ സാധ്യതയില്ല, കാര്യം അത് ഫോസിലൈസ്ഡ് ആയി പോകും, കാര്യം ഇത്രയും 1000 കണക്കിന് വർഷം പുറകോട്ടുള്ള. അപ്പോൾ തന്നെ ആനയുടേതാവാൻ സാധ്യതയുണ്ട്. പക്ഷേ യൂറോപ്പിൽ അങ്ങനെ ആന വരാനോ അല്ലെങ്കിൽ മരിച്ച് അവിടെ വത്തിക്കാനിൽ അന്ന് ഈ പഴയ റോമിലോ ഇവിടെ നിന്ന് അതിനുള്ള സാധ്യത വളരെ കുറവാണ്. വന്നിട്ടില്ല എന്നില്ല, പക്ഷെ വളരെ അപൂർവമാണിത്. അങ്ങനെ അദ്ദേഹം ഇത് അമേരിക്കയിൽ കൊണ്ടുപോയി പഠിച്ചപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഇത് ഒരു ആനക്കുട്ടിയുടെ ശരീരാവശിഷ്ടങ്ങളാണ്, എല്ലും നട്ടെല്ലിൻ്റെ ഭാഗവും. അങ്ങനെ അദ്ദേഹം ഇതെവിടെ നിന്നാണ് വന്നത് എന്ന് നോക്കിയിട്ട് ഒരു പുസ്തകം പുള്ളി രചിച്ചു. അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസുകാർ വന്ന കാലയളവിൽ ഇവിടുന്ന് കൊണ്ടുപോയ വെളുത്ത തൊലിയുള്ള ആൽബിനോ രോഗമുള്ള ഒരു ആനക്കുട്ടിയുടെ കഥയായിരുന്നു എന്നുള്ളത്. അതിനോടൊപ്പം ഒരു പാപ്പാൻ പോയിരുന്നു തുടങ്ങി വലിയൊരു ചരിത്രം അദ്ദേഹം നമ്മളെ മുന്നിലേക്ക് തുറന്നു വെച്ചു. അതിനൊരു ചരിത്രവും കാലയളവും ഒക്കെ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു. അപ്പോൾ എൻ്റെ ശ്രദ്ധയിലത് പെട്ടു. അപ്പം ഞാനൊരു 10-12 വർഷം മുമ്പ് ഞാനന്ന് മലയാള മനോരമ പത്രത്തിൽ പത്രപ്രവർത്തകനായി ജോലി ചെയ്യുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അതിലെഴുതി. എന്നിട്ട് അതേ സംബന്ധിച്ചൊരു നോവൽ എഴുതാനുള്ള ഒരു യാത്ര തുടങ്ങി. ഏതാണ്ട് 10 വർഷത്തോളം എടുത്ത് ആണ് ഈ നോവൽ പൂർത്തിയാക്കിയത്. അത്ര കണ്ട് ഗവേഷണം ആവശ്യമായിട്ട് വന്നു. നമ്മളുടെ കേരളത്തിലെ ആ സമയത്തുള്ള, കേരളമായിട്ടില്ല, അന്നേ കാലത്തുള്ള ഈ മലബാർ കൊച്ചി ഭാഗങ്ങളിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥകൾ അതെല്ലാം നമ്മൾ പഠിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു പാപ്പാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഈ SSLCയിലോ അല്ലെങ്കിൽ നമ്മുടെ ഹൈസ്കൂളിലോ ഒക്കെയുമായി പഠിച്ച മൈക്കിളാഞ്ചലോ അല്ലെങ്കിൽ പിന്നെ റഫേൽ, അങ്ങനെ വലിയ വലിയ പ്രതിഭാശാലികളായ മനുഷ്യർ ഉള്ള ഒരു റൂമിലാണ് ഈ നമ്മളെ മലയാളിയായ ആനക്കുട്ടിയും അതിൻ്റെ ഒരു പാപ്പാനും ചെന്നെത്തുന്നത്. അന്ന് ഇതിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഈ ആനയായിട്ട് മാറി. സ്വാഭാവികമായിട്ടും അവിടുത്തെ പല കാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലോ ചെറിയ ചെറിയ ഇടപെടലുകൾ നടത്താൻ തക്കവിധം ഉള്ള ഒരു പൊസിഷൻ അന്നത്തെ പാപ്പാന് ഉണ്ടായിരിക്കാം എന്ന് ഊഹിക്കാം. കാര്യം വെച്ചാൽ ഈ ആനക്കുട്ടി അന്ന് ഈ ലോകത്തിലെ രാജാക്കന്മാരുടെയും രാജാവായിരുന്ന ലിയോ 10 മാർപ്പാപ്പയുടെ ഏറ്റവും വലിയ പെറ്റായി മാറുമ്പോൾ അതിൻ്റെ പാപ്പാന് തക്ക രീതിയിലുള്ള രാഷ്ട്രീയ സ്വാധീനം എല്ലാം ഉണ്ടാകും. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഈ നോവൽ സൃഷ്ടിച്ചെടുത്തത്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞത് സാധാരണ കാണുന്ന ഒരു ഇന്ദുഗോപൻ നോവൽ
അതിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഗവേഷണങ്ങൾ എൻ്റെ പിന്നിലുണ്ട്. മാത്രമല്ല ബൃഹത് നോവൽ എന്ന് തന്നെ വിളിക്കാം. ഇത്രയധികം പേജുകളിൽ ഒരു കഥ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു തരികയാണ്. ഇത് എഴുതി കഴിഞ്ഞപ്പോഴുണ്ടായ അനുഭവം എന്തായിരുന്നു? എഴുതി കഴിഞ്ഞപ്പോഴുള്ള അനുഭവം വളരെ രസകരമായിരുന്നു. പുസ്തകം എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു യാത്ര ഈ നോവലിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോയി. നമ്മുടെ സഹ നോവലിസ്റ്റായിരുന്ന ബെന്യാമിനും കൂടെ എൻ്റെ കൂടെ വന്നു. അങ്ങനെ ഈ നോവലിനെ പ്രതി ഞങ്ങൾ തിരിച്ചൊരു യാത്ര നടത്തി ഈ നോവൽ ഉത്ഭവിച്ച സ്ഥലങ്ങളിലേക്ക്. ഇപ്പം നോവൽ എഴുതുന്ന സമയത്ത് ഈ സ്ഥലങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മളുടെ കയ്യിലുള്ള മറ്റ് ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഉള്ളൂ. കാണുക എന്ന് പറയുന്നതും എളുപ്പമല്ല. 500 വർഷം മുമ്പുള്ള ഒരു സ്ഥലവും അല്ല ഇന്നുള്ളത്. പക്ഷെ എന്നിരുന്നിട്ട് കൂടി ഞങ്ങൾ ഈ ആനയെ കൊണ്ടുപോയ വഴികളിലൂടെ സഞ്ചരിച്ചു. ഉദാഹരണത്തിന് പോർച്ചുഗലിൽ ചെന്നു. കപ്പൽ യാത്ര സാധ്യമല്ല. വിമാനത്തിൽ പോർച്ചുഗലിൽ ചെന്ന് അവിടുന്ന് കപ്പലിലും വിമാനത്തിലും ഒക്കെ ആയിട്ട് ഇതിനെ കൊണ്ടുവന്നിറക്കിയ കൊച്ചു കൊച്ചു ദ്വീപുകൾ, സ്പെയിനിൻ്റെ ഭാഗമായിരുന്ന ഇബീസ, പൾമ പോലുള്ള ചെറിയ ചെറിയ ദ്വീപുകൾ ടച്ച് ചെയ്ത് കണക്ട് ചെയ്ത് അന്നത്തെ റോമിൻ്റെ ഒരു ഭാഗത്തുനിന്ന്, ഇറ്റലിയൊന്നും വന്നിട്ടില്ല, അന്ന് റോമിൻ്റെ പ്രാന്തപ്രദേശം 100-150 കിലോമീറ്റർ അപ്പുറമുള്ള പോർട്ടോ എർക്കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെർക്കുലീസിൻ്റെ പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പോർട്ടിൽ കൊണ്ടുവന്നിറക്കി. അവിടുന്ന് ജൂലിയസ് സീസറൊക്കെ പടനയിച്ച ഒരു ചെറിയ കല്ല് പാകിയ വഴി കൂടാണ് ഇതിനെ കൊണ്ടുപോയത്. അപ്പം ഞങ്ങൾ ആ കല്ല് പാകിയ പാതയൊക്കെ ഇപ്പോൾ ഉപയോഗപ്രദമല്ല, പക്ഷേ പലയിടത്തും കാട് കയറി കിടക്കുകയാണ്. അതൊക്കെ ഞങ്ങൾ കണ്ടത് വലിയൊരു അനുഭവമാണ്. നമ്മുടെ കാലത്തുള്ളൊരു മലയാളിയായ ഒരു ആനക്കുട്ടി ഈ പാപ്പാനുമൊത്ത് ഇത്രയും ദൂരം അവൻ സഞ്ചരിച്ച് റോമിൻ്റെ റോമനയായി മാറിയ ഒരു കഥ. അന്നത്തെ പല സ്ഥലങ്ങളിലുള്ള പേര് പോലും വയാഡെ, എലിഫൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളതാണ്. അന്ന് മുസോളിനി വരുന്ന കാലം വരെയും ഈ 400-450 വർഷവും ആ വഴിയുടെ പ്രധാന പേര് അത് തന്നെയായിരുന്നു, ആനയുടെ വഴി. അപ്പം അങ്ങനെ അതിനെ ഓർമ്മിപ്പിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴും വത്തിക്കാനിലുണ്ട്. അന്നത്തെ കാലത്ത് നിർമ്മിച്ച ചില ഗാർഡൻസിൽ ഇതിൻ്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. മാർപ്പാപ്പയുടെ കൊട്ടാരത്തിൽ അതിൻ്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. അന്നേ കാലത്തുണ്ടായിരുന്ന പല പല സംഗതികളിൽ, പാത്രങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ഇതിൻ്റെ ചിത്രപ്പണികൾ തുന്നി വെച്ചിട്ടുണ്ട്. റാഫേൽ ഇതിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട്. അത് വലിയ ചുമർ ചിത്രമായിട്ട് വരയ്ക്കാൻ പറഞ്ഞു. റോമിലേക്കുള്ള ഈ പ്രവേശന കവാടത്തിൽ നമ്മുടെ ഈ ആനക്കുട്ടിയുടെ പടമായിരുന്നു ചുമർ ചിത്രമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കവാടം ഇല്ലാതായപ്പോഴും അദ്ദേഹം വരയ്ക്കാനായിട്ട് അതിൻ്റെ കണക്കെടുക്കാനായി റാഫേൽ സ്വന്തം കയ്യിൽ കൊണ്ട് വരച്ചത് ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ് നെറ്റിൽ. ഹാനോ ദി എലിഫൻ്റ് എന്ന് അടിച്ചു നോക്കിയാൽ മതി, HANNO. യഥാർത്ഥത്തിൽ ഹാനോ എന്നുള്ള, അത് ആംഗ്ലിസൈസ്ഡ് ആകുമ്പോഴത്തേക്കാണ് ഹാനോ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അവൻ്റെ പേര് ആനോ എന്നാണ്. ആനോ എന്ന് പറയുന്ന പേര് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ആനയെ എന്ന് ഈ പാപ്പാൻ എപ്പോഴും വിളിക്കുമല്ലോ. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ആനയെ ഒരിക്കലും അതിൻ്റെ പേര് ചൊല്ലിയല്ല പാപ്പാൻ വിളിക്കുന്നത്. ആനയെന്ന് വിളിച്ചാലേ ആ ദ്രാവിഡ പദമാണ്, തമിഴിലും ആനയാണ്. ആനയെന്ന് വിളിച്ചാലേ അതിൻ്റെ DNA ഇത് കയറത്തുള്ളൂ ഈ വിളി. അല്ല, അതിൻ്റെ ഒരു ഓമന പേരുണ്ടായിരിക്കും, പക്ഷെ അത് വിളിച്ചാൽ അത് കേൾക്കണമെങ്കിൽ ആന ഇടത്താനെ വലത്താനെ എന്ന് പറഞ്ഞാലേ. അപ്പോൾ ഈ ആനപ്പാപ്പാൻ അവിടെ ചെന്നിട്ട് ആനയെ എന്ന് വിളിച്ചപ്പോൾ ആൾക്കാർ കരുതി സിനിമൻ്റെ പേര് ആനയെന്നായിരിക്കും. പക്ഷെ നമ്മൾ റൊണാൾഡോ എന്ന് പറയുന്നു, അവരത് റൊണാൾഡോ എന്നാണല്ലോ ഉച്ചാരണം. ആന എന്നുള്ളത് ആനോ എന്നായിട്ട് മാറി. അങ്ങനെ ചരിത്രത്തിൽ അവൻ്റെ പേര് ആനോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മലയാളി പേര് തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെയാണ് ആ നോവലിനും ആനോ എന്ന് പേരിട്ടത്. വളരെ രസകരമാണ്. നമ്മൾ ഇതുപോലെ നമുക്കൊക്കെ എത്രയോ നൂറ്റാണ്ട് മുമ്പേ കടന്നുപോയ ആനയുടെ വഴിയിലൂടെ അത് നമ്മൾ ഭാവനയിൽ ആദ്യം കണ്ടു, എന്നിട്ടാണ് അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്. അത് വളരെ വ്യത്യസ്തമായൊരു അനുഭവമാണ്. വളരെ വ്യത്യസ്തമായിരുന്നു. വളരെ വ്യത്യസ്തം എന്ന് വെച്ചാൽ, നമ്മൾ അന്ന് ഞങ്ങൾ ഈ വാസ്കോ ഡ ഗാമയുടെ ജനിച്ച ഗ്രാമങ്ങളിലും മറ്റുമൊക്കെ പോയി പലപ്പോഴും അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മൾ നടത്തിയ പോരാട്ടങ്ങൾ ചില്ലറ പോരാട്ടങ്ങളായിരുന്നില്ല എന്നുള്ളത്. നമ്മൾ അതിശക്തമായിട്ട് പോർച്ചുഗീസുകാരെ പ്രതിരോധിച്ചു. ഒരുപാട് ആളുകൾ മരിച്ചു. തുറമുഖങ്ങളുടെ അകത്തേക്ക് കയറാനായിട്ട് ഇവരെ നമ്മൾ അനുവദിച്ചില്ല. ആ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് പോർച്ചുഗീസുകാർ കൊച്ചി എന്നുള്ള ആസ്ഥാനം ഉപേക്ഷിച്ച് ഗോവയിലേക്ക് പോയതും. പിൻകാലത്ത് കേരളം നമ്മൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്ന ഭാഷ, നമ്മളെ കേൾക്കുന്ന നമ്മുടെ ശ്രോതാക്കൾ പറയുന്ന ഭാഷ എല്ലാം മലയാളമായതിൻ്റെ കാരണം നമ്മുടെ ഈ പോരാട്ടമായിരുന്നു എന്നുള്ളത് ഈ യാത്രയിലൂടെയാണ് ഞങ്ങൾക്ക് വ്യക്തമായത്. കാര്യം അവിടുത്തെ ചില ലോക്കൽ ചരിത്രകാരന്മാരൊക്കെ പറഞ്ഞു എന്ന് പറയുന്നത്, വാസ്കോ ഡ ഗാമയുടെ 2ാമത്തെ വരവിന് ശേഷം അദ്ദേഹത്തെ രാജാവ് മാനുവൽ I അദ്ദേഹത്തിൻ്റെ അന്തപുരത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജസദസ്സിലേക്ക് കയറ്റിയില്ല. അത്രമാത്രം ക്ഷതവും ക്ഷീണവുമാണ് ഈ കേരള തീരത്തുനിന്നോ അല്ലെങ്കിൽ മലബാർ കൊച്ചി തീരത്തുനിന്നുള്ള നമ്മളുടെ പടയാളികൾ ആത്മാഹൂതി ചെയ്തുകൊണ്ട് പോരാടിയത്. വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം വന്ന കബ്രാൾ ചെന്നിറങ്ങിയ സ്ഥലം പിന്നീട് അവർ ബ്രസീൽ എന്ന് പേരിട്ടു. ഇന്ത്യയേക്കാൾ ബൃഹത്തായ ഒരു പ്രദേശമാണ്. അവിടെ ഇപ്പോൾ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് പോർച്ചുഗീസാണ്, നമ്മൾ സംസാരിക്കുന്നത് മലയാളമാണ്. അപ്പോൾ അടുത്ത കാലത്തൊരു കുറെ കുട്ടികളുടെ ഒരു പരിപാടിയിൽ ഇവർ ചോദിച്ചപ്പോൾ നമ്മുടെ ഈ ഭാഷ വളരെ ദുർബലമായി പോവുകയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ദുർബലമായി പോയ ഭാഷകളെല്ലാം ഇല്ലാതായി പോയിട്ടുണ്ട്. നമ്മുടെ ഭാഷ ഒരിക്കലും ഇല്ലാതായിട്ടില്ല. എന്താണ് കാരണം എന്ന് വെച്ചാൽ അത്രയും പരീക്ഷണങ്ങൾ അത് നേരിട്ടു, അത് അതിജീവിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഇനി അതിനൊരു പരീക്ഷണം ഇത്ര കൊണ്ടാവാൻ സാധ്യതയില്ല. തീർച്ചയായിട്ടും നല്ലൊരു നിരീക്ഷണം കൂടിയാണത്. അത് പറയുമ്പോഴാണ് അങ്ങ് ഒരു പത്രപ്രവർത്തകനായിട്ടാണ് അങ്ങയുടെ ഒരു ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. വർഷങ്ങളോളം വളരെ ദീർഘകാലം പത്രപ്രവർത്തകനായിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവത്തെ ഒന്ന് ഓർത്തെടുക്കാമോ? ഞാനൊരു പത്രപ്രവർത്തകനായിട്ട് 90കളുടെ മധ്യത്തിൽ വരുന്ന സമയങ്ങളിലാണ് നമ്മളെ ഈ മനുഷ്യനിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് കൈമാറുകയാണ്. ഇന്ന് നമ്മൾ AI മാറുന്നു എന്ന് പറഞ്ഞു. അതെ. അപ്പം അന്ന് ഒരു എഴുത്തുകാരൻ കടലാസിൽ എഴുതുന്നു എന്നൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ 20കളുടെ തുടക്കത്തിൽ തന്നെ പേപ്പർ ഉപേക്ഷിച്ച് ടൈപ്പിങ്ങിലേക്ക്. അപ്പോൾ അതേ തുടർന്ന് ഞാൻ നേരിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടായിരുന്നു വന്നത്. അപ്പോൾ അങ്ങനെ പിൻകാലത്ത് വലിയ ഗവേഷണങ്ങൾ നടത്താൻ ഞാൻ എൻ്റെ ഒരു 20കളുടെ പ്രായത്തിൽ തന്നെ ഞാൻ ഈ നാനോ ടെക്നോളജി ഇപ്പോഴും സമ്പൂർണ്ണമായി വികസിച്ചിട്ടില്ലാത്ത നാനോ ടെക്നോളജി ആസ്പദമാക്കിക്കൊണ്ട് ഒരു ടെക്നോളജി നോവൽ അക്കാലത്ത് എഴുതിയിട്ടുണ്ട്. ക്രയോണിക്സ് അല്ലെങ്കിൽ ഐസ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ ഒരു നാനോ മെഡിസിൻസിൻ്റെ ഒക്കെ ഒരു ആവിർഭാവത്തെ സംബന്ധിച്ചൊരു നോവൽ എഴുതിയിട്ടുണ്ട്. അപ്പം അന്ന് അതൊക്കെ എനിക്ക് സാധിക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഗവേഷണങ്ങളിലൂടെയൊക്കെ കടന്നു പോകാനായിട്ടെന്ന് വെച്ചാൽ ഈ പത്രപ്രവർത്തനത്തിൻ്റെ ഒരു പ്രാക്ടീസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമുക്ക് നന്ദിപൂർവ്വമായി എനിക്ക് ആ ഒരു കാലഘട്ടത്തെ ഓർത്തെടുക്കാനായി പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും. അത് കൂടാതെ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു ഒബ്സർവേഷൻ സ്കില്ല് പലപ്പോഴും നമ്മൾ ഈ കൃതികളിലൂടെ പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട്. സമൂഹത്തിലെ വളരെ സൂക്ഷ്മമായ ചില അംശങ്ങൾ, വ്യക്തികളുടെ ചില സൂക്ഷ്മമായ അംശങ്ങൾ പലപ്പോഴും അങ്ങയുടെ കഥാപാത്രങ്ങളിലൊക്കെ കാണാറുണ്ട്. അതുപോലെ നോവലുകൾ കാണാറുണ്ട്. അവിടെ ഒരു പത്രപ്രവർത്തകൻ്റെ കണ്ണാണോ പ്രവർത്തിച്ചിട്ടുള്ളത്? പത്രപ്രവർത്തകൻ്റെ കണ്ണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട്. പക്ഷെ അതിലും സൂക്ഷ്മത വേണ്ട ഒന്നാണ് നമ്മൾ സാഹിത്യവും സാഹിത്യരചനയും നടത്തുമ്പോഴേ. നമ്മളുടെ കയ്യിൽ ദൃശ്യത്തിനുള്ള ഉപാധികളൊന്നുമില്ല. അതെ. എവിടേക്കും ഇരിക്കുന്ന മനുഷ്യർ തമ്മിലുള്ള മസ്തിഷ്കങ്ങൾ തമ്മിലുള്ളൊരു ഇടപാടാണ് അക്ഷരങ്ങൾ വഴി. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ശ്രോതാക്കളായിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരവരുടെ ജോലി വേലകളെല്ലാം അവർക്ക് തുടർന്നുകൊണ്ട് പോകുമ്പോൾ തന്നെ ഇത് പാസീവായിട്ട് ഈ ഹിയറിംഗ് എന്നുള്ള സംഗതി ബ്രെയിൻ എൻ്റെ പണി എടുത്തുള്ളൂ. അപ്പം അത് അങ്ങനൊരു സൂക്ഷ്മകലയാണ് സത്യത്തിൽ ഈ സാഹിത്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇലക്ട്രോണിക് ഡേറ്റയിലൂടെ നമുക്ക് ഈ സാഹിത്യത്തെ ഇപ്പോൾ ആൾക്കാർക്ക് ഈ ആനോ എന്ന് പറഞ്ഞ നോവൽ മൊത്തം വേണമെങ്കിൽ നമുക്ക് വായിച്ചിടാം. ഇപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, എല്ലാം വായിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒരു വലിയ മാറ്റത്തിനും എല്ലാം സാഹിത്യം എല്ലാ കാലത്തും നിലനിൽക്കുന്നത് കൊണ്ടാണ്. എല്ലാ ഈ ദൃശ്യ കലകൾ അതിൻ്റെ സർവ്വപ്രതാപവും കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ആത്മനിഷ്ഠമാണ് കൂടുതൽ. അതുകൊണ്ടാണ് ഇപ്പോൾ റേഡിയോയുടെയൊക്കെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് അതാണ്. അതിനൊരു ആത്മനിഷ്ഠമായ ഇടമുണ്ട് അതിന്. അതുകൊണ്ടാണ് ആകാശവാണി ഇത്രയും കാലമായിട്ടും ഇതെല്ലാം വന്നിട്ടും തകർന്നു പോകാതിരിക്കുകയും അത് പല അവസരങ്ങളിലും വളരെ മേൽക്കൈ നേടുകയും ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ലോകത്തിൻ്റെ വേഗം കൂടുമ്പോൾ ഇത് അസ്തമിക്കുമെന്ന് വിചാരിച്ചിരുന്ന കലകളാണ് പലപ്പോഴും സാഹിത്യമോ അല്ലെങ്കിൽ ഈ ആകാശവാണി പോലുള്ള ഈ ശ്രോതാവും തമ്മിലുള്ള കലയും ഒക്കെ. എല്ലാ കാലത്തും സാഹിത്യത്തിന് അതിൻ്റേതായ ഒരു സ്പേസ് ഉണ്ട്. തീർച്ചയായിട്ടും. നമ്മൾ ഒന്ന് പുറകിലേക്ക് പോവുകയാണെങ്കിൽ 2008 തസ്കരൻ മണിയൻപിള്ളയുടെ ആത്മകഥ എന്ന പുസ്തകം അതൊരു ട്രെൻഡ് സെറ്ററായി മാറി അക്കാലത്ത്. കാരണം നമ്മൾ പൊതുവേ ആത്മകഥ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഒരു ചിന്താധാരയിൽ വരുന്ന കാര്യമേ ആയിരുന്നില്ല. വളരെ സാധാരണക്കാരനായ എന്നാൽ ഇതേപോലെ ഒരു മോഷണം ഒരു തൊഴിലായി കൊണ്ടു നടന്നിരുന്ന ഒരു വ്യക്തിയുടെ ആത്മകഥ ഒരു പ്രത്യേക രൂപത്തിൽ അത് സ്വീകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. എന്തായിരുന്നു ആ ഒരു അനുഭവം? അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ തന്നെ ഉള്ള അവിടുത്തെ വളരെ വിപുലമായ പല കുടുംബങ്ങളിൽ പെടുത്ത ഒരാൾ തന്നെ ഒരു മോഷ്ടാവായി മാറി എന്നുള്ളതിൻ്റെ ഒരു ഷോക്ക് അന്നത്തെ കാലത്തുള്ള ആൾക്കാർക്ക്. പക്ഷേ അദ്ദേഹം സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ഇടയിൽ തന്നെ ഇത് ചെയ്യുന്നു. ഒരു സ്വന്തം നാട്ടിൽ മോഷ്ടിച്ചാൽ മാത്രമല്ലേ അയാളെ ആൾക്കാർ ഭയക്കേണ്ടതുള്ളൂ. പക്ഷേ മറ്റു സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം പത്രങ്ങളിലും വാർത്തയായി മാറുകയും സ്വന്തം നാട്ടിൽ ഒരു സാധാരണ മനുഷ്യനെ കണക്ക് ജീവിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു യുക്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അത്ഭുതം എന്നെ വല്ലാതായത്. അപ്പം ഞാനന്ന് എൻ്റെ പ്രീ ഡിഗ്രി ഇപ്പോഴത്തെ +2 ആ കാലത്ത് ഞാൻ നാട്ടിൽ നിന്ന് ശബരിമലയ്ക്കൊരു ട്രിപ്പ് പോകുമ്പോൾ ഏകാന്തനായിട്ട് അതിൽ ഒരു ഭാഗത്തിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തിന് മറ്റാർക്കും ഇല്ലാത്ത കഥകൾ പറയാനായിട്ടുണ്ടാകും. ശരിയാണ്, അദ്ദേഹം സമൂഹം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള മോശമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെയൊക്കെ ഉൾക്കൊള്ളേണ്ടതായ ഒരു സമഗ്രത നമുക്ക് വേണം. എല്ലാവരെയും കൊണ്ട് അത് പറ്റണമെന്നില്ല. പക്ഷെ അങ്ങനെ സമഗ്രതയുടേതുണ്ട്. എല്ലാ മനുഷ്യരെയും നമ്മൾ അറിയണം, അവരുടെ ദൗർബല്യങ്ങൾ, അവരുടെ ദോഷങ്ങൾ നമ്മൾ അറിയണം. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തിനെ സമീപിച്ച് ഇദ്ദേഹത്തിലേക്ക് കടക്കുന്നതും. ഇത് ഒരു വലിയ പുസ്തകമായിട്ടൊരു 500 പേജോളം കൂടുതലുള്ളൊരു തസ്കരൻ മണിയൻപിള്ളയുടെ ആത്മകഥ എന്ന് പറഞ്ഞ് ഇത് 10-15 വർഷം മുമ്പ് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യുന്നത്. മോഷണക്കുറ്റത്തിന് പിന്നീടും അദ്ദേഹത്തിനെ പിടിച്ചു ഈ പുസ്തകം ഇറങ്ങിയതിനോട് മുമ്പ്. ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം അയാൾ ഒരു കേസിലും പെട്ടിട്ടില്ല. പുസ്തകം ഇറങ്ങിയതിന് ശേഷം അറസ്റ്റ് ചെയ്തപ്പോൾ ആൾക്കാർ പുസ്തകം എഴുതിയിട്ടും അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ വ്യാഖ്യാനങ്ങൾ വന്നു. അങ്ങനല്ല, പുസ്തകമായി അച്ചടിച്ച് ഇറങ്ങിയതിന് മുമ്പുള്ള കാലത്തുള്ളതാണ്. ഈ റോയൽറ്റി വച്ച് 10-17 വർഷം കൊണ്ട് അദ്ദേഹത്തിന് ഒരു മോഷ്ടാവല്ലാതായി ജീവിക്കാനായിട്ടുള്ള
എല്ലാ സംവിധാനവും നമ്മുടെ മലയാളത്തിലുള്ള വായനക്കാർ വളരെ പോസിറ്റീവായ ആൾക്കാർ അതിൽ പിന്നെ അങ്ങനെ ഒരു പുസ്തകം വേണമായിരുന്നു, ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ജീവിതം പറയണമോ വായിക്കണോ എന്നുള്ള ചിന്താഗതികളുള്ളവരുമാണ്. അങ്ങനെ വേണമല്ലോ, സ്വാഭാവികമായിട്ട് അതും വേണം. അങ്ങനെ ഒരു ജനാധിപത്യം പുസ്തകത്തിലും എല്ലാം വേണം. പക്ഷേ അത് ഒരുപാട് പേര് വായിക്കുകയും ആ വായിക്കുന്നവരിൽ നിന്നുള്ളൊരു ചെറിയ തുക റോയൽറ്റി ഇനത്തിൽ അദ്ദേഹത്തിന് ചെല്ലുകയും അതുകൊണ്ട് വ്യക്തിക്ക് ജീവിക്കാനുള്ളൊരു ചെറിയ തുക വയ്ക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ആ പുസ്തകത്തിൽ നിന്ന് തോന്നിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വലിയ കാര്യം. തീർച്ചയായിട്ടും സമൂഹത്തിൽ ഒരു പക്ഷേ അങ്ങനെ കൃത്യമായി രേഖപ്പെടുത്താതെ പോകുന്ന കുറച്ച് ജീവിതങ്ങൾ അത് രേഖപ്പെടുത്തി പോകുക എന്നുള്ളൊരു കാര്യം കൂടി അത് കൂടെ നടന്നിട്ടുണ്ട്. അതിനുശേഷം ഭൂമി ശ്മശാനം എന്ന അങ്ങയുടെ നോവൽ പുറത്തു വരുന്നു. വളരെ നമ്മളെ സ്പർശിക്കുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു ജോണറുള്ളൊരു വർക്കാണത്. മരിച്ച കുഞ്ഞിനെ കൊണ്ട് അച്ഛൻ നടത്തുന്ന യാത്ര അത് വളരെ ഒരു പെക്യൂലർ ഒരു നോവലാണ്. ആ നോവലിനൊരു യാഥാർത്ഥ്യമുണ്ട് എന്ന് വെച്ചാൽ ഞാൻ അന്ന് ജോലിയിൽ ഞാൻ ട്രെയിനിയായിട്ട് ഞാൻ കയറിയ ആ സമയത്ത് നമ്മൾ അത്ഭുതപ്പെട്ടു. കേരളത്തിലെ ഒരു നഗരത്തിൽ ഒരു പൊതു ശ്മശാനം ഇല്ലായിരുന്നു. നമ്മൾ ഈ കണ്ട കേരളത്തിൽ 10-20-25 വർഷം കൊണ്ട് പയ്യെ കൊണ്ട് വരികയായിരുന്നു. അതിൻ്റെ അവസാനത്തെ 10-25 വർഷമാണ് കുറച്ചും കൂടെ നമുക്ക് കാണാവുന്ന ഒരു സാമൂഹികമായ ഒരു മാറ്റം. അപ്പം അന്നത്തെ സമയത്ത് ഒരു പൊതു ശ്മശാനം ഇല്ല ആ നഗരസഭയിൽ. എല്ലാ സമുദായ ശ്മശാനങ്ങളാണ് ഉള്ളത്. അതെ. അപ്പോൾ ഈ പർട്ടിക്കുലർ സമുദായത്തിലുള്ള അതല്ലാത്ത ഒരാൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഈ സ്ഥലത്ത് താമസിച്ചപ്പോൾ അവിടെ പൊതു ശ്മശാനത്തിന് സ്ഥലമൊക്കെ ഏറ്റെടുത്തതേ ഉള്ളൂ. അവിടെ ആരും സംസ്കരിക്കാറില്ല. അപ്പം അയാളുടെ ഭാര്യ പ്രസവിച്ചപ്പോൾ ചാവിള്ളയായിപ്പോയി. അപ്പം ഇതിനെ ഉറുക്കനുമൊക്കെ ആയിട്ട് വലിച്ചെറിയാമെന്ന് പറഞ്ഞാൽ ഇയാളെ മാനസികാവസ്ഥ അനുവദിച്ചില്ല. പക്ഷേ ഇതിന് മറവ് ചെയ്യാൻ സ്ഥലമില്ല. അതെ. നാട്ടിൽ ഇയാളുടെ സ്ഥലം ഇയാളുടെ പെങ്ങൾക്കും ഒക്കെ കൊടുത്തു. ഇയാൾക്ക് അവിടെയും സ്ഥലമില്ല. അങ്ങനെ ഈ മരിച്ച കുഞ്ഞിനെ തോളിലിട്ടിട്ട് ഇയാൾ ആ ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരു അനുഭവമായിരുന്നു. അത് എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരാളുടെ നേരെ അനുഭവമായിരുന്നു. അദ്ദേഹം ഇതുമായിട്ട് പോയിട്ടില്ല, പക്ഷേ അയാൾക്ക് ആ വിഷമം ഉണ്ടായി ഈ ഉപേക്ഷിക്കാനായിട്ടുള്ള. അതായിരുന്നു ആ അനുഭവം. അതിപ്പോഴും വായിക്കുമ്പോഴും നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു. അതെ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ വളരെ പ്രാദേശികമായ ഒരു സംഗതിയാണെങ്കിലും അത് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. അപ്പോൾ അടുത്തിടയ്ക്ക് ഞാൻ എഴുതിയ ഒരു 4-5 ചെറുപ്പക്കാർ എന്ന് പറഞ്ഞൊരു നോവൽ, അത് കൊല്ലത്തെ വളരെ പ്രാദേശികമായിട്ട് ഈ തലേന്ന് സ്വർണം കൊണ്ട് കൊടുക്കുകയും ആ പൊന്നിൻ്റെ പൈസ കിഴിച്ച് അപ്പോൾ തലേന്ന് തന്നെ ഈ പെൺകുട്ടിക്ക് സ്വർണം ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റും. അപ്പം അവിടെ മാത്രം നിലനിൽക്കുന്ന ഒരു ആചാരത്തെ പ്രതി നമ്മളൊരു നോവൽ എഴുതുകയും ആ നോവൽ പിന്നീട് പൊന്മാൻ എന്ന് പറഞ്ഞ ഒരു പേരിൽ സിനിമയായപ്പോൾ അത് OTT-യിലെല്ലാം വന്നപ്പോഴത്തേക്ക് അതിനൊരു പാൻ ഇന്ത്യൻ പരിവേഷം ഭയങ്കരമായി കിട്ടി. പല ഭാഷകൾ മാറി ചെന്നിട്ടും അതിനെ കൈയേറ്റത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പ്രാദേശികത അവിടെ നിന്ന് വിട്ടു. നമ്മളുടെ കുടുംബത്തിൽ കാര്യമായി പണമോ സംഗതികളോ ഇല്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ അത് നമ്മൾ എഴുതിയ സമയത്തോ ഈ പുസ്തകം എഴുതുന്ന സമയത്തോ ഒന്നും നമ്മളുടെ മനസ്സിൽ വന്നതല്ല. അതാണിപ്പം സന്ദീപ് പറഞ്ഞ സംഗതി. നമ്മൾ വളരെ പ്രാദേശികമായി പൊതു ശ്മശാനം ഇല്ലാത്തൊരു നഗരമോ ഇപ്പം ഫിക്ഷണല്ല ആ സംഭവം, ഫിക്ഷനായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അന്നത് ഫിക്ഷൻ അല്ല. അതെ. അപ്പം ഫിക്ഷണലായിട്ടുള്ളൊരു സംഭവമായിട്ട് വിചാരിച്ചാൽ പോലും ആ ഇമോഷണൽ കണക്റ്റ് കറക്റ്റ് ആണെങ്കിൽ അത് എഴുതുന്ന ആളിന് കിട്ടണമെന്നില്ല. അയാൾ ഉപയോഗിക്കുന്ന സത്യസന്ധത എന്നുള്ള ഒറ്റ ടൂൾ ഉള്ളത് കൊണ്ടാണ് ഇമോഷണൽ കണക്റ്റ് പിൻകാലത്ത് നിലനിൽക്കുന്നത്. അതായിരിക്കാം അതിൻ്റെ ഒരു രഹസ്യ പൂട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ലിറ്ററേച്ചറിലും ബാധകമാണ് അത്, ഈ സത്യസന്ധത. അത് ഒരുപക്ഷെ സാഹിത്യത്തിൽ നിന്ന് മാത്രമല്ല, നമ്മൾ ഏത് ജോലിക്കകത്തും അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. തീർച്ചയായിട്ടും പലപ്പോഴും അങ്ങയുടെ പല സൃഷ്ടികളിലെ നോവലുകളാകട്ടെ കഥകളാകട്ടെ ഇതേപോലെ തന്നെ പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ ആ സമയത്ത് നിലനിന്നതായിട്ടുള്ള പല പ്രശ്നങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രമേയങ്ങൾ കടന്നു വരാറുണ്ട്. ഇപ്പോൾ മണൽ ജീവികൾ വന്നിരുന്നു, മുതലായിനി. നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്തേക്കുള്ളൊരു മാനത്തിലേക്കാണ് പലപ്പോഴും നമ്മളെ അത് സ്വാധീനിക്കാറുള്ളത്. അങ്ങ് കൊല്ലത്തെ ഒരു തീരപ്രദേശത്ത് ജീവിച്ച ഒരാളാണ്, വർഷങ്ങളോളം തിരുവനന്തപുരത്ത് ജീവിച്ച ഒരാളാണ്. ഇവിടുത്തെയൊക്കെ ഒരു പ്രാദേശികമായ പല ചരിത്ര സംഭവങ്ങളടക്കം അങ്ങയുടെ കൃതികളിലേക്ക് കടന്നു വരാറുണ്ട്, സംഭവങ്ങൾ കടന്നു വരാറുണ്ട്. അതിന് പ്രത്യേകിച്ചൊരു കാരണമുണ്ടോ അതോ അങ്ങയുടെ ഒരു താല്പര്യം? അല്ല, നമ്മുടെ രണ്ട് സാധനം ഞാൻ ഇതിൻ്റെ കഴിഞ്ഞ മറുപടിയുടെ തുടർച്ചയായിട്ട് പറയാം. സത്യസന്ധമായിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനൽ ആയിരിക്കുക എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതെ. നമുക്ക് നമ്മളുടെ ലിറ്ററേച്ചറും മറ്റു സംഗതികളും എല്ലാം നമ്മൾ പടിഞ്ഞാറോട്ട് നോക്കിയും നോവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രചനാ രീതി പോലും നമ്മൾ അവിടുന്ന് കടം കൊണ്ടതാണ്. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ നമ്മളെല്ലാം പടിഞ്ഞാറോട്ട് നോക്കി അവിടുന്ന് മാത്രം അതൊക്കെയാണ് വളരെ വിശിഷ്ടമായ സംഗതികൾ നോക്കി അവരുടെ നോവലുകളിൽ അവർ ഉപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണ്, അവരുടെ മാനസികാവസ്ഥ എന്തൊക്കെയാണ്, അങ്ങനല്ല. അവിടുത്തെ കാലാവസ്ഥ അങ്ങനല്ല, ഇവിടുത്തെ ജീവിത രീതികൾ അങ്ങനെയല്ല, നമ്മുടെ ചിന്താ പ്രക്രിയകൾക്ക് വ്യത്യാസമുണ്ട് ഓരോരോ സ്ഥലങ്ങളിൽ. യൂണിവേഴ്സലായിട്ടുള്ള ചില എലമെൻറ്റ്സ് കാണും, പക്ഷേ അതിനപ്പുറത്തേക്ക്. അപ്പം നമ്മൾ ഒറിജിനലായിരിക്കുക എന്ന് പറയുന്നത് ഞാൻ എൻ്റെ എഴുത്തുകാലം മുതൽ ആദ്യം മുതൽ സ്വീകരിക്കുന്നൊരു കാര്യമാണ്. നേരത്തെ സന്ദീപ് ചോദിച്ച മണൽ ജീവികൾ എന്നുള്ള നോവൽ
എൻ്റെ നാടായ കൊല്ലത്തെ ചവറയിലെ കരിമണൽ പ്രദേശത്താണ്. ലോകത്തിന് ഏറ്റവും ഒറിജിനലായിട്ടുള്ള ലോഹ മണലുകളിൽ ഒന്ന് ആണ് ഈ ചവറയിൽ ഉള്ളത്. അതെ. ഈ മണ്ണിൻ്റെ മേൽ ജോലി ചെയ്യുന്ന മനുഷ്യരുടെ, ഞാൻ എത്രമാത്രം വിജയിച്ചു എന്നൊന്നും അറിയത്തില്ല, ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. പക്ഷെ ആ മണ്ണിൻ്റെ മനുഷ്യരുടെ കഥ പറയണ്ടേ, തീർച്ചയായും. അത് കേരളത്തിൽ നിന്നുള്ളൊരാൾ വന്ന് പറയണ്ടേ എന്നുള്ളത്. ഞാനിപ്പോൾ ആനോടെ കഥ പറഞ്ഞത് അങ്ങനെയാണ്. ഞാൻ പഠിച്ച മൈക്കിളേഞ്ചലോയും ഡാവിഞ്ചിയുടെയും റാഫേലിൻ്റെയും പെറ്റായിട്ട് അവരെല്ലാവരും ജീവിച്ചിരുന്ന ചത്വരത്തിൻ്റെ അകത്ത് ആണ് ഈ ആനക്കുട്ടിയെ കെട്ടിയിരുന്നത്. എല്ലാ ഞായറാഴ്ചയും അവനെ മറ്റേ റോമിലേക്ക് വരും. ഡാവിഞ്ചി ഉൾപ്പെടെ, മൈക്കിളേഞ്ചലോ ഉൾപ്പെടെ അവനെ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവൻ്റെ കഥ പറയണേ ആരെങ്കിലും പോയി. ഞാൻ തന്നെ പറയണമെന്നില്ല, പക്ഷെ ആരെങ്കിലും പറയണ്ടേ. അതുപോലെ മുതലായിനി എന്ന് പറഞ്ഞ നോവല്, അക്കാലത്ത് നെയ്യാർ ഡാമിൽ ചീങ്കണ്ണി ഭയങ്കര ശല്യം രൂക്ഷമായിരിക്കും. അതിൻ്റെ ഒരു പരിസരത്തുള്ള മനുഷ്യർ അതിനെ തിന്നൊടുക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ പ്രശ്നങ്ങൾ കാരണം മനുഷ്യൻ വെള്ളം എടുക്കാനായിട്ട് ഡാമിൽ ഇറങ്ങാൻ പറ്റാതിരിക്കുകയും ചെയ്ത ഒരു കഥയാണ്. ഇപ്പോൾ അത്രയും ഒരു ശല്യം അതിനെ കൊണ്ട് ഉണ്ടാകുന്നില്ല എന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ എനിക്ക് ഒറിജിനലായിട്ടുള്ള തോന്നുന്ന നമ്മളെ ചുറ്റുവട്ടത്തു നിന്നുള്ള കഥാപരിസരത്തു നിന്നുള്ള ലൈഫാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും. അതുപോലെ അങ്ങയുടെ കൃതികൾ വായിക്കുമ്പോഴുണ്ടാകുന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു സിനിമ കാണുന്നത് പോലെ തന്നെ ആ വിഷ്വൽസ് ഇങ്ങനെ മനസ്സിലിങ്ങനെ വരും. ആ എഴുത്തിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് അതാണ്. മറുവശത്ത് സിനിമയിലും അങ്ങയുടേതായ ഒരു കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പൊന്മാൻ അടക്കമുള്ള ചിത്രങ്ങളുടെ തിരക്കഥ അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ 2005 അങ്ങ് ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതി. അതിനുശേഷം ഒറ്റക്കൈ എന്ന ചിത്രം അത് എഴുതി സംവിധാനം ചെയ്യുകയും അതിന് സംസ്ഥാന പുരസ്കാരങ്ങളടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു. അത് പക്ഷേ മറ്റൊരു രീതിയിലുള്ള സിനിമാ പ്രവേശം ആയിട്ട് വേണം കണക്കാക്കാൻ വേണ്ടി. കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ളൊരു വർക്കുകളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സിനിമയിലേക്കുള്ള ആ ഒരു പ്രവേശം, പിന്നെ അതിന് സ്വന്തമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു ഇതിലേക്ക് പിന്നെ കടന്നു പോയിട്ടില്ല. അവിടെ എന്താണ് സംഭവിച്ചത്? അത് കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ ഞാനൊരു റൈറ്റിങ്ങിനെ വളരെ സിമ്പിളാക്കി മാറ്റി. സിമ്പിളാക്കി മാറ്റുക എന്ന് പറയുന്നത് അത്ര കണ്ട് ജോലി കൂടുതലെടുക്കുമ്പോഴാണ് കൂടുതൽ സിമ്പിളായിട്ട് മാറുന്നത്. എന്നുവെച്ചാൽ നമ്മൾ അതിൻ്റെ അകത്ത് സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന കേൾക്കുന്നൊരു ഭാഷയിലേക്ക് സാഹിത്യത്തിനെ കൊണ്ടുവരണം എന്നൊരു തോന്നലുണ്ടായിരുന്നു. അല്ലാതെ കാര്യം പുതിയ കാലത്തുള്ള ചെറുപ്പക്കാരും സാഹിത്യത്തിൽ സംസാരിക്കുന്നില്ല. അവരുടെ ചെറിയ വൊക്കാബുലറി വെച്ച് അവർ മനോഹരമായ ജീവിതം നയിക്കുന്നവരാണ്. അവിടെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതുമായ ഒരുതരം ക്ലാസിക്കൽ ഭാഷ കൊണ്ടുവന്ന് ചെലുത്താൻ അങ്ങനെ എഴുതുന്ന, വളരെ മികച്ച രീതിയിൽ എഴുതുന്ന റൈറ്റേഴ്സ് നമുക്കുണ്ട്. ഞാൻ കരുതി എനിക്ക് സിംപ്ലിഫൈഡ് ആയിട്ട് രീതിയിൽ എഴുതാൻ എൻ്റെ വാസനയിൽ അത് പെടുന്നു എന്നിരിക്കെ ഞാനതിന് ശ്രമിച്ചു നോക്കണ്ടല്ലേ എന്ന് തോന്നിയ പ്രകാരമാണ് ഞാനിത്. അപ്പോഴാണ് ഈ ദൃശ്യപരത കൂടുന്നത്. ആവശ്യമില്ലാത്ത തൊങ്ങലുകൾ ഉപേക്ഷിച്ചു തുടങ്ങി. എഡിറ്റിംഗ് ഭയങ്കരമായി ശ്രദ്ധിച്ചു. പിന്നെ ആൾക്കാരുടെ ഭാവന വല്ലാതെ വികസിച്ചിട്ടുണ്ട്. അതെ. അവരുടെ ഇൻഫർമേഷൻ അവർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ വ്യാപ്തി കൂടി. ഞാനിരുന്ന് വിശദീകരിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഇതല്ല. അവർക്ക് അത്യാവശ്യത്തിന് മനസ്സിലാവാത്ത എന്തെങ്കിലും അവർക്ക് നെറ്റിൽ നോക്കാൻ പറ്റും ഈ സംഗതി. അതെ. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് പിൻവാങ്ങുക എന്ന് പറയുന്നതാണ് മര്യാദ എന്നൊരു ചിന്ത. ശരിയോ തെറ്റോ എന്നറിയില്ല, അതിലേക്ക് ഞാൻ വന്നു. അപ്പോഴാണ് ഈ ദൃശ്യപരത എന്ന് പറയുന്ന സംഭവം കൂടിയതും പുസ്തകങ്ങളുടെ വലിപ്പം ചെറുതായി മാറുകയും ചെയ്തത്. അപ്പോൾ രസം എന്ന് പറഞ്ഞൊരു എലിമെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരം പുസ്തകങ്ങളും ഞാൻ എഴുതാനായിട്ട് തുടങ്ങി. അതുകൊണ്ടൊക്കെ ആവാം അതിന് പെട്ടെന്ന് എന്താണ് കഥയിലേക്ക് വരുന്നതും പ്രവേശിക്കാൻ മനസ്സിലാക്കിയോണ്ടായിരിക്കാം അതിൻ്റെ പിന്നാലെ ഇതിനെ ദൃശ്യമാക്കാൻ അല്ലെങ്കിൽ സിനിമയാക്കാനൊക്കെ ആയിട്ടുള്ള പല ആവശ്യകതകൾ വന്നത്. ഇത് ഈ റൈറ്റിങ്ങിലേക്ക് വരാനായിട്ടുള്ള റീസൺ ഞാൻ ഒന്ന് രണ്ടിടത്ത് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, ഞാൻ ഈ വിമാനത്താവളങ്ങളിൽ കിളിയെ അടിക്കുന്നവരെ സംബന്ധിച്ചുള്ളൊരു കഥ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് എലിവാണം എന്നായിരുന്നു. ലോകത്തുള്ള പ്രധാന പക്ഷി ശല്യമുള്ള വിമാനത്താവളങ്ങളിൽ നമ്മൾ ചെന്നാൽ വിമാനത്താവളത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ പടക്കം പൊട്ടുന്നതാണ്. അത് ഇതിനെ ഓടിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നതാണ്. അതിന് പക്ഷി ഇടിക്കുക എന്ന് പറയുന്നത് ഈ ഒരു വലിയ പേടി സ്വപ്നമാണ് ഈ ഏവിയേഷൻ രംഗത്തെ. അപ്പോൾ അവരൊരു വാർത്ത കൊടുക്കാനായിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നു. അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമായിട്ട് ബന്ധപ്പെട്ട ദിവസ കൂലിക്കാരാണ്. എനിക്കിത് വലിയ അത്ഭുതമായിരുന്നു, എനിക്കറിയത്തില്ല. അപ്പം ഞാൻ കൂടുതൽ അവരടുത്ത് സംസാരിച്ചു, ചോദിച്ചു, പഠിച്ചു. ഒരു കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതി. അങ്ങനെ അത് 3-4 മാസത്തിന് ശേഷം ഒരു ദിവസം വീണ്ടും ഈ വാർത്തയെ സംബന്ധിച്ച് ഇവരൊരു റിസൾട്ട് എന്താണെന്ന് അറിയാമെന്ന് കാര്യമായി സംഭവിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമവും കൂടെ പറയാനായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കഥ ഞാനിങ്ങനെ ഒരു മാഗസിനിൽ എഴുതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരതിലേക്ക് നോക്കാൻ പോലും തയ്യാറായില്ല. അവർ പറഞ്ഞു, സാർ വാർത്ത ഒന്നും കൊണ്ടൊന്ന് കൊടുത്താൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടും എന്ന് പറഞ്ഞ് അവർ തിരിച്ചുപോയി. അതൊരു വലിയൊരു ഐ ഓപ്പണറായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ ആരെക്കുറിച്ചാണോ എഴുതുന്നത് അവർക്ക് ഇതിനെ സംബന്ധിച്ച് അറിയത്തില്ല. അപ്പോൾ ഇതൊരു ഇവർക്ക് മനുഷ്യരിലാണ് ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് സാഹിത്യം, ഭാഷ കയ്യിലുള്ള ആൾക്കാർ. അപ്പോൾ പലരും ഇതിൻ്റെ കാഴ്ച കുറച്ചും കൂടെ വ്യക്തമായി. പൊടിപ്പും തൊങ്ങലുകളും ചെത്തിക്കളഞ്ഞപ്പോഴത്തെ സ്വാഭാവികമായിട്ടും പലരും അതിനെ പല കൃതികളും സിനിമയായിട്ട് അങ്ങനെ തേടി വരുന്നതാണ്. അതെ. അപ്പോൾ അങ്ങനെ തേടി വന്നു. നമ്മളതിൻ്റെ
ചിലർക്ക് അതിൻ്റെ കഥയുടെ റൈറ്റ്സ് മാത്രം മതി എന്ന് പറയുന്നവർക്ക് അങ്ങനെ കൊടുത്തു. തിരക്കഥയിൽ കൂടെ നിൽക്കണമെന്ന് പറയുന്നവരോട് അങ്ങനെ നിന്നു. അങ്ങനെയൊക്കെയാണ് ഇത് മുമ്പോട്ട് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്തിടയ്ക്ക് ഏറ്റവും അധികം കൃതികൾ സിനിമയാക്കപ്പെട്ട ഒരാൾ കൂടിയാണ് അങ്ങ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പൊന്മാൻ ഒരു ഉദാഹരണമാണ്. ഒരു തെക്കൻ തല്ല് കേസ്, മണിപ്പിള്ള വിട്ടുകേസാണ് തെക്കൻ തല്ല് കേസായി മാറിയത്. വിലായത്തെ ബുദ്ധ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വന്നിട്ടുണ്ട്. ക്രിസ്റ്റി എന്ന സിനിമ അംഗം ബെന്യാമിനും ചേർന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ കൃതികൾ ഇങ്ങനെ സിനിമകളായിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു മേഖലയിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ എഴുത്ത് തമ്മിൽ വ്യത്യാസമില്ലേ? തിരക്കഥ എഴുതുന്നതും കഥയായിട്ട് എഴുതുന്നതും അങ്ങ് ഏതിലാണ് കൂടുതലൊരു ആനന്ദം കണ്ടെത്തുന്നത്? ഇതിൽ ഒരു സംശയവുമില്ല. അത് നമ്മളെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ശക്തി എന്തെന്നുള്ളൊരു സാധനം നമ്മൾ നോക്കണം. ഈ ശക്തി എന്ന് പറയുന്നൊരു സാധനം നമ്മൾ നിരപ്പായ ഒരു സ്ഥലത്ത് നിന്ന് ഒരു കൂന കൂട്ടി ഉണ്ടാക്കിത്തരുന്ന ഒരു സംഗതിയാണ് ഈ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ശക്തി ഉണ്ട് എന്നതിൻ്റെ അർത്ഥം അശക്തി അല്ലെങ്കിൽ ദൗർബല്യവും നമുക്ക് അപ്പുറമുണ്ട്. അപ്പം നമ്മളുടെ കഴിവ് എന്ന് പറയുന്നത് ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യാനും അത് എഴുതി വയ്ക്കുകയും അതാണ് നമ്മുടെ ഒരു, അവിടെയാണ് നമ്മുടെ ആനന്ദം കണ്ടെത്തുന്നത്. പുതിയ 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 കഥാപാത്രങ്ങളെ നമ്മൾ സൃഷ്ടിക്കുന്നു, ഉണ്ടാക്കുന്നു, എഴുതി വയ്ക്കുന്നു, അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്, നാടകീയതകൾ. അപ്പോൾ ഇങ്ങനെ വരുന്ന പുതുമകൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ജീവിതമാണല്ലോ അയാൾ പറയാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെയാണ്. പക്ഷേ ആ വൈകാരികത അത്രയും നമുക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന സമയങ്ങളിലേക്ക് വരുന്നില്ല. നമ്മൾ അതിനെ കഷ്ണങ്ങളാക്കി മാറ്റി നമുക്ക് വേണ്ടി തുന്നൽ പണിയെടുക്കാൻ വലിയ പ്രതിഭാശാലിയായ കലാകാരന്മാർ നമ്മളെ കൂടെ ഉണ്ട്. ഇത് ഇമോഷണലി കണക്ട് ചെയ്യാനായിട്ട് സംഗീതം കൊടുക്കാനായിട്ടുള്ള ആൾക്കാർ, ഇതിനെ കഥ പറച്ചിൽ കുറച്ചും കൂടെ ദൃശ്യപരമാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് ഗവേഷണം ചെയ്യുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന എഡിറ്റർ, ഇവയെല്ലാം സംയോജിപ്പിക്കുന്ന മനുഷ്യനായിട്ട് സംവിധായകൻ, ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു സംയോജിതമായ ആർട്ടാണ് ഇത്. അതിൻ്റെ അകത്ത് നമ്മളൊരു പ്രധാനപ്പെട്ട ടെക്നീഷ്യന്മാരിൽ ഒരാൾ മാത്രമേ ആവുന്നുള്ളൂ. നമ്മൾ സംവിധായകന് താഴെയാണ്. നമ്മളുടെ യുക്തി, നമ്മളുടെ കഥ എന്ന് പറയുന്നത് പല 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 തലം സോഴ്സുകളിലൂടെ കടന്ന് പോയിട്ട് വന്ന് അഭിനേതാക്കൾ അതിനെ വേറൊരു രീതിയിലേക്ക് അവരുടെ ഒരു ടെക്സ്ചർ കൊടുത്തുകൊണ്ട് വരുന്ന സംഗതി എന്താണെന്നുള്ളത് ഇത്രയും പണിയെടുത്തിട്ട് നമുക്ക് ഊഹിക്കുക മാത്രമേ ചെയ്യാനായിട്ട് പറ്റൂ. അപ്പം ആ പ്രോസസ്സിൽ നമ്മളുടെ വൈകാരികത അത്ര കണ്ടല്ലോ. മറ്റത് നമ്മളതിൻ്റെ പ്രജാപതി എന്ന് പറയുന്നത് ഞാനും എൻ്റെ കഥാപാത്രങ്ങളും ഞാനിതിനെ ഉൾക്കൊള്ളിച്ചൊരു പുസ്തകമാക്കി രേഖപ്പെടുത്തി പുറത്തിറക്കുന്നിടയും വരെയും ഞാനാണ് അതിൻ്റേത്. അതിന് ഒരുപാട് കൈക്കുറ്റങ്ങളുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തൊരു സാധനമാണ്. അതെ. പക്ഷേ മനുഷ്യൻ്റെ ആർട്ടെന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചേർന്നതാണ്. നമ്മൾ എല്ലാ വായിക്കുന്ന വരികളിലും ഇത് സുഖകരമല്ലാത്ത വരികളാണല്ലോ, അദ്ദേഹം ആ ലെവലിലേക്ക് എത്തിയില്ലല്ലോ എന്ന് തോന്നുന്ന വരികൾ പലയിടത്തും ഉണ്ട്. ക്ലാസിക് കൃതികളിൽ ഉൾപ്പെടെ ഉണ്ട്. പക്ഷെ അതിനെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയും ഈ വായനക്കാരൻ കരുതലോടെ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ കുറ്റവും കുറവുകളുമാണ്. കാര്യം എനിക്കും ഉണ്ട് കുറ്റവും കുറവും. ഇത് വായിക്കുന്ന ആൾ ആ കുറ്റവും കുറവുകളെയും പരസ്പരം സ്നേഹിക്കുന്ന സാധനമാണ് സാഹിത്യം എന്ന് പറയുന്നത്. അതാണ് ഞാൻ ആത്മനിഷ്ഠം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ കരുതലുണ്ട് ഈ വായനക്കാരനും തമ്മിൽ. അപ്പം അങ്ങനെയാണ് അത് കടന്നു പോകുന്നത്. ആ സാധനത്തിനുള്ള ഒരു വിശുദ്ധിയോ സംഗതിയോ അല്ല ആ സിനിമയ്ക്കുള്ളൂ. സിനിമ ഏറ്റവും ആൾക്കാർക്ക് താല്പര്യമുള്ള കലയാണ്. പക്ഷെ അതൊരു വലിയ സംയോജിതമായി ഒരുപാട് കലാകാരന്മാർ ഒന്നിച്ചണിനിരക്കുന്ന ഒരു വലിയ ഷോയാണത് സാധനം. തീർച്ചയായിട്ടും അതാണ് ഇതിന് തമ്മിലുള്ളൊരു വലിയ വ്യത്യാസം. അങ്ങ് ഒരു സംവിധായകൻ്റെ കുപ്പായം കൂടെ അണിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി ഒരു അങ്ങേടന സൃഷ്ടിയാകട്ടെ മറ്റൊരു കഥയാകട്ടെ സമീപിക്കുമ്പോൾ എപ്പോഴെങ്കിലും ആ സംവിധായകൻ്റെ കണ്ണിലൂടെ നോക്കി കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാര്യം വെച്ചാൽ അങ്ങനെ നോക്കുന്നത് പോലും നമുക്ക് ഭയപ്പാടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ പക്ഷേ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് ആ കാഴ്ച വരുന്നുണ്ടാവും. അത് നമ്മൾ കൈമാറുകയാണ് സംവിധായകന്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കാഴ്ചകളാണ് അതിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് വരുന്ന പോകണം നമുക്ക് സൂചിപ്പിക്കാം. ഇങ്ങനെ ചില വഴികൾ അതിൻ്റെ അകത്തുണ്ട്, അതിന് കുറെ കൂടെ ആയിരിക്കും കറക്റ്റ് എന്നുള്ളത്. പക്ഷേ തീരുമാനം അദ്ദേഹത്തിൻ്റെതാണ്. നമുക്ക് സൂചിപ്പിക്കുകയും നമ്മൾ ഇടപെടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് വാങ്ങിച്ചിട്ട് ഈ സംവിധായകൻ ഇനി ഇതിലത്ര ഇടപെടാൻ ആവശ്യകത ഇല്ല, ഞാനാണ് അതിൻ്റെ പ്രജാപതി എന്നുള്ള മട്ടിൽ അദ്ദേഹത്തിന് ഇത് കൊണ്ടുപോകാനുള്ള റൈറ്റ്സ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നതാണ് ഇതിന്. അപ്പം നമുക്ക് ഇടപെടാനായിട്ടുള്ള അവകാശം അവിടുന്ന് തന്നാൽ മാത്രമേ നമുക്കുള്ളൂ. സിനിമയിൽ എഴുത്തിൻ്റെ ഒരു പക്ഷേ ഒരു പരിമിതിയും അല്ലെങ്കിൽ ഒരു സ്ഥാനവും അതായിരിക്കാം എന്ന് തോന്നുന്നു. അതെ അതെ. നമുക്ക് എഴുത്തിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് സ്കാവഞ്ചർ എന്ന നോവൽ വളരെ വ്യത്യസ്തമായൊരു കഥാപാത്രവും പ്രമേയവും വന്ന നോവലാണത്. എങ്ങനെയാണ് അങ്ങ് ആ ഒരു നോവലിലേക്ക് എത്തിയത്? സന്ദീപ, നോവലിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ വളരെ വ്യാപകമായി വിറ്റുപോയ നോവലിൽ പെട്ടതല്ല. പക്ഷെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നോവലാണത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഭൂമികയാണ് എൻ്റെ മനസ്സിൽ വന്ന കാര്യം. കേരളത്തിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു പോലീസ് സ്റ്റേഷനും അതിൻ്റെ മതിലിനോട് ചേർന്ന് ഒരു സൂവും ഇരിക്കുകയാണ്, ഒരു വലിയ തിരുവനന്തപുരത്ത്. അതിൻ്റെ മുമ്പിലൂടെ ഞാൻ എന്നും കടന്നു പോവുകയാണ്. അപ്പോൾ അവിടുത്തെ സൂവിലുള്ള ഒരു വെറ്റിനറി സർജനും ഇവിടുത്തെ
ഒരു SIയും കളിക്കൂട്ടുകാരാണ്. പക്ഷേ അവർ ഒരു പോലീസ് സ്റ്റേഷനും ഒരു സൂവും ഒരേ കോമ്പൗണ്ടിൽ വെച്ച് പങ്കുവയ്ക്കുന്നു എന്നുള്ളതിൻ്റെ ഇതിലൊരു വലിയ ഫിക്ഷൻ അതിൽ കിടപ്പുണ്ട്. അങ്ങനെയാണ് ഞാൻ എൻ്റെ യാത്ര തുടങ്ങിയത്. അത് വ്യാപകമായി വായിക്കപ്പെട്ട കൃതിയല്ലെന്നുണ്ടെങ്കിലും അത് തമിഴിൽ ചിലർ കണ്ടെത്തിയിട്ട് തമിഴിലൊരു വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി അത് വന്നിട്ട് അതിന് സിനിമയാക്കാനായിട്ടുള്ള സാവകാശത്തിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ അത് പറയുന്നത്. എനിക്കത് പ്രിയപ്പെട്ട ഒരു നോവലാണത്. തീർച്ചയായിട്ടും. മാത്രമല്ല അതിലൊരു അടിമ ഉടമ ആ ഒരു മനുഷ്യബന്ധങ്ങളിൽ അതെ, നമ്മൾ എന്നോ പോയിന്ന് വിചാരിക്കുന്ന ഈ ഒരു സംഗതി അതിൻ്റെ ഒരു എലമെൻ്റ് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു നമ്മളെക്കാൾ കൂടുതൽ റിലേറ്റീവായിട്ട് തമിഴ്നാട്ടിലെ അവിടുത്തെ പ്രേക്ഷകരിൽ എത്തിക്കാൻ പറ്റുമായിരിക്കാം എന്ന് എനിക്ക് തോന്നി. അങ്ങയുടെ ഈ നോവലുകൾ പറഞ്ഞതെല്ലാം ആകട്ടെ, കുറച്ച് കഥകളാകട്ടെ, ഇപ്പോൾ ശംഖുമുഖി സിനിമയായി, അതെ, പടിഞ്ഞാറേ കൊല്ലം ചോരക്കാലം, ഇതെല്ലാം നോക്കുമ്പോഴത്തേക്ക് ഇതൊരു ക്രൈം ഫിക്ഷൻ്റെ എലമെൻ്റാണ്. ഈ ക്രൈം ഫിക്ഷൻ അങ്ങേക്ക് വളരെ താല്പര്യമുള്ളൊരു മേഖലയായിട്ട് നമുക്ക് പൊതുവിൽ വായിച്ചാൽ ഫീൽ ചെയ്യും. വളരെ നന്നായിട്ട് മനോഹരമായിട്ട് അവതരിപ്പിക്കാറുമുണ്ട്. എന്താണ് അതിനോട് ഇത്ര താല്പര്യമുള്ളത്? രണ്ട് കാര്യം. നമ്മളൊരു വളരെ മുഖ്യധാരാ സാഹിത്യത്തിൻ്റെ കൂടെ തന്നെ ചേർന്ന് ഇപ്പോൾ കുറ്റവും ശിക്ഷയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കൃതികൾക്ക് ആധാരമായിരിക്കുന്നത് എൻ്റെ അടിസ്ഥാനം ക്രൈമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്രൈമിനൊരു ഇപ്പോൾ ഞാൻ ആ കള്ളൻ്റെ ആത്മകഥ എഴുതുമ്പോൾ എല്ലാം ഉണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ ഒരു വലിയ ഡാം കെട്ടാനോ അല്ലെങ്കിൽ വലിയ സംഗതികളോ ഇതൊക്കെ എടുക്കാൻ ഉപയോഗിക്കുമ്പോൾ ആ രാഷ്ട്രീയക്കാരൻ ഒരു അഴിമതിക്കാരനാണെങ്കിൽ അദ്ദേഹം വഹിക്കുന്ന അല്ലെങ്കിൽ കൊള്ള ആരും മനസ്സിലാക്കുന്നില്ല. അപ്പം നീതി എന്ന് വെച്ചാൽ തൻ്റെ ഇളയ 2 കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി എന്നുള്ള കാരണത്തിൽ 13 വയസ്സുകാരനായ ഒരു കുട്ടിക്ക് 100 വർഷം ശിക്ഷ അനുഭവിച്ചിട്ടുള്ള നീതി പീഠങ്ങളുള്ള സ്ഥലമാണ് ഈ ലോകം, ഇന്ത്യയിലല്ല. അപ്പം നീതി എന്നൊക്കെ പറയുന്ന പല പ്രദേശങ്ങൾ, സ്ഥലങ്ങൾ മാറി 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 വരും. അതിൻ്റെ യുക്തി എന്നൊക്കെ പറയുന്നത് വളരെ ആപേക്ഷികമാണ്. ഇത് ഒരു റൈറ്ററെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും നമ്മൾക്ക് ധാർമ്മിക രോഷം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ടൂളാണിത്. ഈ നീതിയും നീതികേടുകളുടെയും തമ്മിലുള്ള ഈ തുലാസ്, അത് എനിക്ക് സംസാരിക്കാൻ പറ്റിയ ഒരു പ്രധാന സംഗതിയാണ്. മറ്റുള്ള വായനക്കാരുടെ ശ്രദ്ധയെ എളുപ്പം ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പം സന്ദീപ് പറഞ്ഞ പോലുള്ള സ്കാവഞ്ചറിൻ്റെ അതൊരു ക്രൈം ത്രില്ലറായിട്ടാണത്, പക്ഷെ അതൊരു സാമൂഹികമായ വിഷയമാണ് സംസാരിക്കുന്നത്. അപ്പം ഈ ജോണർ വെച്ചിട്ട് ഈ കൂടുതൽ ആൾക്കാരെ ആകർഷിക്കാൻ പറ്റിയ ഈ ജോണർ വെച്ച് നമുക്ക് സമകാലികമായ പല ഇഷ്യൂസും പറയാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഈ ജോണറിൻ്റെ ഒരു മെച്ചമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, മാത്രമല്ല പലപ്പോഴും മനുഷ്യൻ്റെ ചില വൈകാരിക ഭാവങ്ങൾ, ഇപ്പോൾ ശംഖുമുഖി എന്ന് അത് വായിക്കുമ്പോഴത്തേക്ക് അതൊരു ഗുണ്ട, നമ്മൾ വളരെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിൻ്റെ ഒരു ചിത്രമാണ് അതിൽ വരുന്നത്. പക്ഷെ അതിനകത്ത് അത് നോവൽ രൂപത്തിൽ വായിച്ചപ്പോഴത്തേക്ക് നമ്മളെ വളരെ സ്പർശിക്കുന്ന തരത്തിൽ മനുഷ്യൻ്റെ വൈകാരിക ഭാവങ്ങൾ അതിൽ ഉൾച്ചേർന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് അത്തരം ജീവിതങ്ങളെ അങ്ങ് എങ്ങനെ നിരീക്ഷിച്ച് എങ്ങനെയാണത് ഇങ്ങനെ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത്? ഞാനൊരു തീവണ്ടിയിലെ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു കഥ എഴുതിയിട്ടുണ്ട്, ചെറിയ കഥയാണ്. അതിൻ്റെ അകത്ത് ഒരു തടവ് പുള്ളിയെ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് കൊണ്ടുവരാൻ ഒരു ട്രെയിനിൽ കയറ്റിയതാണ്. അപ്പോൾ ഞാൻ എൻ്റെ പരിസരത്ത് ഇരിപ്പുണ്ട്, 2 പോലീസുകാരാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു സ്ത്രീ പേട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറി, അവർ ഇയാളുടെ ഭാര്യയാണ്. അപ്പോൾ അവർ പറയുന്നത് മകളുടെ കല്യാണമാണ്, നിങ്ങൾ വരരുത്. കാരണം ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന ആൾ നിങ്ങൾ കൊലപ്പെടുത്തിയ ആളുടെ മകനാണ്, അയാളാണ് ഇപ്പം നമ്മൾ നോക്കുന്നത്. അപ്പം അവിടെ മറ്റേ ആ കൊലയാളിയായ മനുഷ്യൻ്റെ മനുഷ്യത്വം അയാൾ പുറത്തു വരികയാണ്, ഇങ്ങനെ എൻ്റെ നിന്ന് സംഭവിച്ചു പോയല്ലോ എന്ന്. ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലുള്ള വ്യക്തികൾ, ഗുണ്ടകൾ, മനുഷ്യർ എന്നൊക്കെ പറയുന്നുള്ളത് സാധാരണ മനുഷ്യരാണ് ഇവരല്ല. ചില ആൾക്കാർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ണ് കാണില്ല നമ്മൾ പറയത്തില്ലേ, പിന്നെ അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. അവർ തിരിച്ച് ആ ബോധത്തിൽ നിന്ന് മടങ്ങി വരുമ്പോഴേ ആ ചെയ്തതിൻ്റെ ആഘാതം മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അവരോട് ചില കണികകളുണ്ടെങ്കിലും നമ്മൾ ചില സഹാനുഭൂതികൾ വേണ്ടതുണ്ട്. ചില നീതിപീഠങ്ങളൊക്കെ അതുകൊണ്ടാണ് പറയുന്നത്. ചില ആൾക്കാർക്ക് ജീവപര്യന്തം 100 കൊല്ലം ചില പർപ്പസ്ഫുള്ളി കാത്തിരുന്ന് ഇതിനു വേണ്ടി ഒരു ചെയ്യുന്നതും പെട്ടെന്ന് ഒരാളൊരു സാധനം ചെയ്യുന്നതിൻ്റെ മാനസികാവസ്ഥ വ്യത്യാസമുണ്ട്. അതെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ 100 കാര്യങ്ങൾ എൻ്റെ അകത്തുണ്ട്. അപ്പം ഞാനിവരോടൊക്കെ എൻ്റെ പത്രപ്രവർത്തന ജീവിതം അല്ലാതായ സമയത്ത് വിവിധങ്ങളായ മനുഷ്യരുടെ ഇപ്പം സംസാരിച്ച് അവർ വലിയ ഗുണ്ടയാണെന്നോ ഇവരിപ്പം നമ്മളെ പിച്ചാത്തിയെടുത്ത് കുത്തുമെന്നോ അങ്ങനല്ല. അവർക്ക് പല അവസരങ്ങളിലും മറ്റുള്ളവരെക്കാൾ കരുതൽ അവർക്കുണ്ട്. ഞാൻ വിലായത് ബുദ്ധ എഴുതിയപ്പോൾ ഞാൻ ഈ ചന്ദനം കൊള്ളയ്ക്ക് പോകുന്ന പിള്ളേരുടെ കൂടെ ഞാൻ താമസിച്ചുകൊണ്ടാണ്. അവർ കൂട്ടുകാരും ഒക്കെ ആയിട്ട് ചേരുമ്പോഴത്തേക്ക് ചില സമൂഹം ഇത് കുറ്റമാണെന്ന് എഴുതിയിരിക്കുന്ന ചില സംഗതികളെ അതിലംഘിക്കാനായിട്ടുള്ള വാസന അവരിലേക്ക് വരുന്നു. ഓക്കെ, സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള കെട്ടുറപ്പിന് ഇവർ അപകടകാരികളാണൊക്കെ ചെയ്യും. പക്ഷെ എന്ന് കരുതി അവർ സുഹൃത്തുക്കളോ അച്ഛനോ അമ്മയോ ഉള്ള മനുഷ്യരാണ്. അവരെ കൂടെ ചേർത്ത് നിർത്തുമ്പോഴാണ് സമൂഹം ബലപ്പെടുന്നത് സത്യത്തിൽ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയാനായിട്ട് ഞാൻ എൻ്റെ ലിറ്ററേച്ചറിലൂടെയൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. അത് ഞാൻ അവരോടെ പോയിട്ട് അനുഭവിച്ചിട്ട് ഉള്ള ജീവിതമാണ് പലപ്പോഴും ഞാൻ എഴുതി വയ്ക്കാൻ ശ്രമിക്കുന്നത്. അത് പലപ്പോഴും വളരെ പ്രത്യക്ഷത നമുക്ക് തോന്നാറുമുണ്ട്. എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ എഴുതുന്നത്, ശരിക്കും ഇതൊക്കെ അനുഭവിച്ചിട്ട് തന്നെയാണ് എഴുതുന്നതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തോന്നാറുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളുടെ പിന്നാലെ പോകാറുണ്ടോ? തീർച്ചയായിട്ടും പോകാറുണ്ട്. ഞാൻ അടുത്ത മാസം ഹൈദരാബാദ് വരെ പോകുന്ന ഒരു യാത്ര ഇത്തരത്തിലുള്ള ഒരു വലിയ സംഭവത്തിൻ്റെ പിന്നാലെയുള്ള ഒരു യാത്രയെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നതാണ്. എനിക്ക് യാത്ര അങ്ങനെ വലിയ ഇഷ്ടമുള്ള ആളല്ല, പക്ഷേ ഞാൻ നിരന്തരമായി അല്ലെങ്കിൽ നമുക്ക് പലതവണ യാത്ര ചെയ്യേണ്ടതായിട്ട് വരുന്നു. ആ വരുന്നതെല്ലാം എൻ്റെ റൈറ്റിങ്ങിന് കുറച്ചും ക്ലാരിറ്റി കിട്ടണമല്ലോ എന്നുള്ള അധിക വേല എടുക്കുന്നതുകൊണ്ടാണ്. അതല്ലാതെ നമുക്ക് എല്ലാം ഭാവന വെച്ച് എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ള തരം ലിറ്ററേച്ചറിങ് അല്ല എൻ്റെ ടൈപ്പ് ഓഫ് എഴുത്ത്. അപ്പോൾ എനിക്ക് അവിടെ പോയി പങ്കെടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 1000-ഓളം കിലോമീറ്റർ ഞാൻ വാഹനത്തിൽ പോയി പലയിടത്തും നിന്ന് പോയി ഇത് ചെയ്യേണ്ടി വരും. അതെൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്കിത് ഇഷ്ടം ഉണ്ടായിട്ട് ഞാൻ ചെയ്യുന്നതല്ല. പക്ഷെ ഞാൻ എടുക്കുന്ന വേല അല്ലെങ്കിൽ അതിനെ പ്രതി എൻ്റെ പുസ്തകങ്ങളെ വായിക്കുന്ന ആൾക്കാർക്ക് അതിന് അനുസരിച്ചുള്ള അയാൾ ചിലപ്പം നമ്മുടെ ഒരു പുസ്തകങ്ങൾക്കൊക്കെ നല്ല വിലയാണ്. 200-300 രൂപയുള്ള ഒരു പുസ്തകം വായിക്കുന്ന അയാൾ വായനയോടുള്ള സ്നേഹം കൊണ്ടാണ് അയാൾ വായിക്കുന്നത്. അതെ, അത്യന്താപേക്ഷിതമായൊരു കാര്യമല്ല ഞാൻ ഈ പുസ്തകം വായിക്കുക എന്ന് പറയുന്നത്. ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ അത്യാവശ്യം മാറ്റി വെച്ചിട്ടായിരിക്കും 250 രൂപ ഉളവാക്കിയൊരു പുസ്തകം വായിക്കുന്നത്. അപ്പോൾ അവിടെ റൈറ്റർക്ക് പ്രതിഭ കുറവോ പ്രതിഭ കൂടുതലോ ഏറ്റക്കുറച്ചിലുണ്ടാകും. പക്ഷെ അയാളുടെ അതിൻ്റെ അകത്ത് അയാളുടെ ഇൻവോൾവ്മെൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ അയാളുടെ ആത്മാർത്ഥത, അയാൾക്ക് പെയിൻ, അത് അതിലുണ്ടാവണം. അത് കൃത്യമായിട്ട് ആ റീഡർ തിരിച്ചറിയും. എൻ്റെ പുസ്തകങ്ങളിലെല്ലാം ആൾക്കാർ തേടിപ്പിടിച്ച് പോയി വായിക്കുന്ന ഒരു റീസൺ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും സജീവമല്ല. വളരെ ശരിയാണ്. ആ അധ്വാനം നമുക്കുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ വായനക്കാരനെ നിന്ന് കുറച്ചെങ്കിലും ബഹുമാനം നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ കൈക്കുറ്റപ്പാടുകൾ അവർ വഴക്ക് പറയുന്നുണ്ടാവും, ഇതെല്ലാം നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ അയാൾ അതിനുവേണ്ടി പരിശ്രമിച്ചു, അയാൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ടു, വേദനിക്കുന്നു. അതിൻ്റെ ഒരു പങ്കാണ് അയാൾ റോയൽറ്റി ആയിട്ട് കൊണ്ടുപോകുന്നത് എന്നൊരു തോന്നൽ നമുക്ക് വേണം. അല്ലാതെ എഴുത്തുകാരൻ മഹാനാണ്, അയാൾ എന്തെഴുതി വെച്ചാലും വായനക്കാർ വായിക്കുമെന്നുള്ള കാലമൊക്കെ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും വളരെയധികം ഹാർഡ് വർക്ക് ശരിക്കും ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ്. കഠിനാധ്വാനം ചെയ്ത് വിഷയങ്ങൾ കണ്ടെത്തുന്നത് തുടങ്ങി അത് പേപ്പറിലാക്കി പുസ്തകരൂപത്തിൽ എത്തുന്ന ഒരുപാട് പ്രയത്നം ഒരു എഴുത്തുകാരൻ്റേതായിട്ട് ഇതിൽ തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഇതൊരു വ്യത്യസ്തമായ ഒരു കൺസ്യൂമർ പ്രോഡക്റ്റ് തന്നെയാണ് പുസ്തകം. വ്യത്യസ്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആത്മനിഷ്ഠമായൊരു എലിമെൻ്റ് അതിൽ കിടപ്പുണ്ട്. പക്ഷേ നമ്മൾ റൈറ്റർ അതിനെ ചൂഷണം ചെയ്യാൻ പാടില്ല. അവരോടൊപ്പം നമ്മൾ നിൽക്കണം. അങ്ങനെ എഴുത്തിൻ്റെ ഒരു വർഷത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞു. എഴുത്തിൻ്റെ രീതിയിലേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി വളരെയധികം എഡിറ്റ് ചെയ്താണ് ഈ കാച്ചിക്കുറുക്കി ഈ ഒരു പരുവത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത്. അത് ഒരുപക്ഷെ അങ്ങ് ഈ പത്രപ്രവർത്തകനായിരുന്നതിൻ്റെ ഒരു ശൈലിയിൽ നിന്ന് വന്നതാണോ ഈ എഡിറ്റിങ്ങിനുള്ള ഒരു പ്രാധാന്യം? എഡിറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ സാഹിത്യത്തെ സംബന്ധിച്ച് ചില ആൾക്കാർ പറയുന്നുണ്ട് ഇത്രയും സൂക്ഷ്മമായ എഡിറ്റിങ്ങിൻ്റെ ആവശ്യകത ഇല്ല. നമ്മുടെ ജീവിതത്തിൽ കാടും പടർപ്പും എല്ലാം ഉണ്ട്. നമ്മളൊരു ജീവിതത്തിലെല്ലാം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം ചെയ്തല്ല പോകുന്നത്. ഫിക്ഷനെ സംബന്ധിച്ച് പറയുന്നത് എന്തും കുത്തി നിറയ്ക്കാവുന്ന ഒരു ചാക്കാണ് ഫിക്ഷൻ എന്നുള്ളൊരു സംഗതി പറയാറുണ്ട്. അത് ആ അർത്ഥത്തിലല്ലെങ്കിലും പറയുന്ന ഇതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാ വളരെ വൈകാരികതയും അതിസൂക്ഷ്മതയോടുകൂടിയൊക്കെ വായിക്കുന്ന ലിറ്ററേച്ചറും ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് സ്നേഹവും ബഹുമാനങ്ങളും ഒക്കെ കലശലായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പറയുന്നതിനുള്ള എൻ്റെ ഒരു റോണ്ടർ ഓഫ് റൈറ്റിംഗ് ഞാൻ ഇപ്പം നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പം ഞാൻ ആനോ എഴുതിയതെല്ലാം കുറച്ചും കൂടെ ക്ലാരിറ്റി കൂട്ടിയും വല്ലാതെ എഡിറ്റ് ചെയ്യാതെയുമാണ്. വല്ലാതെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. ചില ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യാൻ പറ്റും പഴയ. അപ്പം ഏതൊക്കെ പുസ്തകങ്ങളാണോ ഏത് തരം ലിറ്ററേച്ചറിങ് ആണോ നമ്മൾ ഇടപെടുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇത് ഓവർ എഡിറ്റിംഗ് ആണ് ചെയ്യുന്നതെന്നുള്ളൊരു ബോധ്യവും ചില പുസ്തകങ്ങളിൽ എനിക്കുണ്ട്. കുറച്ചും കൂടെ അതിനെക്കുറിച്ച് സംസാരിക്കാമായിരുന്നു എന്ന് നമുക്ക് തോന്നും ചില സമയങ്ങളിൽ. ഇതിനൊന്നും ഒരു കൃത്യമായ സംഗതിയില്ല. എങ്കിൽ പോലും എനിക്ക് പക്ഷേ പുതിയൊരു കാലത്തിൻ്റെയൊക്കെ സ്വഭാവം വെച്ചിട്ട് നേരത്തെ പറഞ്ഞ എന്തും കുത്തി നിറയ്ക്കുന്ന ഒരു ചാക്ക് എന്തായാലും ആവരുത് ഫിക്ഷൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആനോയിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് അങ്ങനെ പറഞ്ഞു 12 വർഷത്തോളം എടുത്തിട്ടാണ് ആ ഒരു തീമിൽ നിന്ന് ഈ ഒരു പുസ്തകത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അത്രയും അധികം ഗവേഷണം അതിൽ നടത്തിയിട്ടുണ്ട്, അത്രയധികം എഫേർട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു തരം ഒരു നോവലായി അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇത്രയധികം പേജുകളുള്ള നോവലാണ്. മറുവശത്ത് വളരെ ക്രിസ്പായിട്ടുള്ള അതേസമയം തന്നെ മറ്റൊരു റോണറിലുള്ള ഇപ്പോൾ അമ്പിളിമോൾ, തിരോധാനം പോലുള്ള പുസ്തകങ്ങളും അതേപോലെ തന്നെ പുറത്തിറങ്ങുന്നുണ്ട് അങ്ങയുടേതായിട്ട്. ഈ 2 പാരൽ ട്രാക്ക് പോലെയാണ് ചിലപ്പോൾ തോന്നുക. എങ്ങനെയാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനിപ്പം ഐസ് എഴുതാനായിട്ട് എടുത്തതും ഇതുപോലെ ഒരു കാലം. പക്ഷെ അന്ന് ഞാൻ കുറച്ചും കൂടി ചെറുപ്പം ആയതുകൊണ്ട് എനിക്ക് മൾട്ടി ടാസ്കിങ് വളരെ എളുപ്പത്തിൽ നടക്കുമായിരുന്നു. ഇപ്പോൾ ആനോ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് ഈ 12 വർഷം എന്ന് പറയുന്നത് ഞാൻ 12 വർഷം ഇതിൻ്റെ തപസ്സിരിക്കുകയായിരുന്നു എന്നുള്ള ഒരർത്ഥത്തിലല്ല. പല കമ്പാർട്ട്മെൻ്റ് ഉണ്ട് മനസ്സിലായി. അതിലൊരു കമ്പാർട്ട്മെൻറ്റ് നമ്മൾ തുറന്നു വെച്ചിരിക്കുകയാണ്.
അതിന് എപ്പോഴും നമ്മൾ അവിടെ പോയി സന്ദർശിക്കുന്നില്ല. പക്ഷേ അങ്ങനെ കമ്പാർട്ട്മെൻ്റ് ഉണ്ടെന്ന് ഇടയ്ക്ക് പോയി വിസിറ്റ് ചെയ്യുകയാണെന്നും അവിടെ പോയി കുറേ വേലയെടുത്ത് കൊടുക്കണമെന്നുള്ളതും ഉള്ളൊരു ഇതുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ഞാൻ മറ്റു പുസ്തകങ്ങൾ എഴുതുന്നുണ്ടായിരുന്നു. ഞാൻ ജോലി ഉപേക്ഷിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ അതിനൊക്കെ ഉള്ള പല ഉപാധികളും എൻ്റെ ജീവിതായോധനങ്ങളും ഒക്കെ അത്തരം പുസ്തകങ്ങളുടെ ഒരുപാട് വായനക്കാരും ഒരുപാട് പുസ്തകങ്ങൾ വിറ്റ് പോകുന്നതുകൊണ്ട് അതിന് കിട്ടുന്നുണ്ട്. ആനോയൊക്കെ അതുപോലെ വിറ്റ് പോകാവുന്ന ഒരു സംഗതി അല്ല എന്ന് എനിക്കറിയാം. അതൊക്കെ വളരെ ഗഹനമായ വർക്കുകളാണ്, അതിന് ഒരുപാട് കാലമെടുക്കും. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ ക്രമമായി കൊണ്ടുപോകുന്ന തരം ഇതാണ്. മറ്റൊന്ന്, നമ്മളിപ്പോൾ വലിയ ഓണപ്പതിപ്പുകൾ അല്ലെങ്കിൽ അതിലുള്ള വലിയ ദീർഘമായ ടെക്സ്റ്റിലേക്കുള്ള സംഗതികളൊക്കെ വേണ്ടതുണ്ട്, അതും നിലനിന്ന് പോകേണ്ടതുണ്ട്. ഞാൻ പത്രപ്രവർത്തനമായിരിക്കും, എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ, ഞാൻ ജോലി ചെയ്തിരുന്ന പത്രം, അവർക്കിടെയൊക്കെ ചില ആവശ്യകതകൾ സംഗതി ഉണ്ടാകുമ്പോഴത്തേക്ക് ഞാൻ അതിന് ആ ഡെഡ് ലൈൻ അനുസരിച്ച് പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണിത് രണ്ട് തരത്തിലുള്ള ഒരു ശ്രേണിയിലേക്കുള്ള പുസ്തകങ്ങൾ വരുന്നത്. സന്ദീപ് ചോദിച്ചതിൻ്റെ ഉത്തരവ് അതാണ്. ഒരു മുഴുവൻ സമയ എഴുത്തുകാരൻ ആയിട്ട് തന്നെ അങ്ങനെ കണക്കാക്കാമല്ലേ? തീർച്ചയായിട്ടും, ഒരു സംശയം അക്കാര്യത്തിലില്ല. നമ്മൾ എഴുത്തുകാരനല്ലാതിരിക്കുന്ന കുറച്ച് സമയങ്ങൾ ആണ്, നമ്മൾ കൂടുതൽ സമയവും എഴുത്തുകാരനായിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ യാത്രകളധികം അങ്ങനെ പോകാറില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട് റഷ്യയിലേക്കുള്ള ഒരു യാത്രയെ സംബന്ധിച്ചിട്ട്. ആ ഒരു അനുഭവം കൂടെ ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പം ആ സഞ്ചാരങ്ങളൊന്നും എനിക്ക് ഈ സ്ഥലങ്ങൾ കാണണമെന്നോ എന്നുള്ള അർത്ഥത്തിലല്ല. ഞാനിപ്പം ഈ പലതും പഠന യാത്രകളും ഒക്കെ, ഇപ്പോൾ റഷ്യയിലേക്ക് പോയെന്ന് വെച്ചാൽ അവിടുത്തെ ഗവൺമെൻറ് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരു 8 ചെറുപ്പക്കാർ, കലാ സാഹിത്യം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെറുപ്പക്കാരെ സെലക്ട് ചെയ്തതിൽ ഒരാളായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. ബ്രിട്ടനിൽ പോകുന്നത് കെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൗണ്ടി പഠിക്കാനായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ഞാൻ ലണ്ടനിലുള്ള സമയത്തൊന്നും ഞാൻ ലണ്ടൻ കാണാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല 3-4 ദിവസം ഉണ്ടായിട്ട്. അതാണ് ഞാൻ ഒരു വൈരുദ്ധ്യം ഞാൻ പറഞ്ഞ അതാണ്. അത് നമ്മൾ യാത്ര പോകുന്നു, അതിൻ്റേതായ ആവശ്യം, ആനോയ്ക്ക് പോകുന്നു, ദീർഘമായി പല പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു. നമുക്കൊരു എയിമുണ്ടോ ആ യാത്രയ്ക്ക്? ഞാൻ എൻ്റെ ഒരു ഒഴിവുകാല യാത്ര, അതിൻ്റെ സന്തോഷങ്ങളിലേക്ക്, ആ ഒരു ടെമ്പോയിലേക്ക് എനിക്ക് പോകാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ യാത്ര വ്യത്യാസമുള്ളൊരു യാത്രയായിരുന്നു റഷ്യയിലേക്ക് പോകുന്നത്. കാരണം അവിടുത്തെ ഗവൺമെൻറ് നമുക്ക് തുറന്നിട്ട് തന്ന ഈ USSR ഒക്കെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഗ്രൂപ്പിനെ അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അവർ തുറന്നിട്ട കുറേ സ്ഥലങ്ങളുണ്ട്, വലിയ വലിയ പത്രസ്ഥാപനങ്ങൾ, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതൊരു ചെറിയ പുസ്തകമായിട്ട് വന്നാൽ നന്നായിരിക്കുമെന്ന് തോന്നിയതിൻ്റെ പ്രകാരമാണ് ആ സ്പെസിബ യുവത്വത്തിൻ്റെ റഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം ഞാൻ എഴുതിയത്. നമ്മൾ ഇതുവരെ എഴുത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു വായനക്കാരൻ എന്ന നിലയ്ക്ക് അങ്ങ് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങക്ക് ഏത് തരം പുസ്തകങ്ങളാണ് വായിക്കാൻ താല്പര്യമുള്ളത്? വായന എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് നോൺ ഫിക്ഷനാണ് ഞാൻ കൂടുതൽ വായിക്കുന്നത്. ഞാനിപ്പം ഈ കഴിഞ്ഞ വാർഷിക പതിപ്പിൽ എഴുതിയ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞ ചെറിയ നോവൽ, അത് വിപുലമായ രീതിയിൽ ഞാനൊന്ന് വികസിപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചതാണ്. അപ്പം അതൊരു ഏലം വേൾഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. നമ്മുടെ വണ്ടൻമേട് മുതൽ ഇടുക്കി മുതൽ ബോഡി നായ്ക്കന്നൂർ വരെ വരുന്ന ഒരു ഏലം ഇടനാഴി, അവിടുത്തെ പ്രദേശത്തുള്ള ലൈഫാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കുടിയേറ്റ സ്ഥലങ്ങളിലേക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഡോണറിലുള്ള മലയാളത്തിൽ വരുന്ന ഒട്ടുമിക്ക പുസ്തകങ്ങളിലൂടെയും ഞാൻ കടന്നുകൊണ്ടിരും. ഞാൻ ചില ആൾക്കാരെ അത് വായിക്കാനായി അവരതിനു വേണ്ടി നിയുക്തരാക്കുന്നുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ കീ പോയിന്റ്സ് ചിലപ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാം നമ്മളെ കൊണ്ട് പറ്റില്ല. അങ്ങനെ മറ്റ് പല ആൾക്കാർ പോകുന്നതിനേക്കാൾ കൂടുതൽ പുസ്തകങ്ങളിലൂടെ ഞാൻ കടന്ന് പോകുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഇത്തരത്തിലുള്ള പ്രക്രിയ വഴിയാണുള്ളത്. അതല്ലാതൊക്കെ വരിക എന്ന് വെച്ചാൽ ഞാൻ കൂടുതലും എൻ്റെ എൻ്റർടൈനിങ് ഒരു സംഗതി എന്ന് വെച്ചാൽ, ഇപ്പം വീക്കെൻഡിന് അല്ലെങ്കിൽ കുഞ്ചൻ നമ്പ്യാരെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു പേജ് വെച്ചെങ്കിലും വായിക്കുക എന്നൊക്കെ പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. കാര്യം വെച്ചാൽ അത് നമ്മളെ വല്ല ജീവസുറ്റ ഒരു മനുഷ്യനായിട്ട് മാറ്റും. അതെന്ന് വെച്ചാൽ അത് അവരൊക്കെ ഒരു ജീനിയസ് എന്ന് പറഞ്ഞ ക്രമത്തിലേക്ക് പോയ തരത്തിലുള്ള മനുഷ്യരാണ്. അപ്പം അങ്ങനെയുള്ള മനുഷ്യരെ റീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, പിന്നെ പ്രധാനമായും നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട പുസ്തകങ്ങൾ പലപ്പോഴും വരും. അത് ഇപ്പം ഒരുപാട് പത്രമാസികകൾ വായിക്കുന്നുണ്ട്. ഇവിടുത്തെ മാത്രമല്ല, ഇപ്പം ഓൺലൈൻ വഴിയായിട്ട് മറ്റ് പല സ്ഥലങ്ങളിലുള്ള ട്രേഡ് ടൈംസ് അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഇറങ്ങുന്ന ഈവനിങ് ന്യൂസുകളിൽ എങ്ങനെയാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഏതാ ലോകത്തുള്ള ക്രൈം സ്റ്റാറ്റസ്, ചെറുപ്പക്കാർ ചെയ്യുന്ന അവരുടെ ജീവിത രീതികളുടെ മാറ്റങ്ങൾ എന്താ. അതുകൊണ്ടാണ് ഞാൻ ഈവനിങ് ന്യൂസൊക്കെ കൂടുതൽ വായിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നമുക്കറിയാവുന്ന ഭാഷ ഇതൊക്കെയല്ലോ, ഇംഗ്ലീഷ്, മലയാളമൊക്കെ നമുക്ക് വായിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇംഗ്ലീഷിൽ വരുന്ന പത്രങ്ങൾ ലോകത്ത് എവിടെ നടക്കുന്നതിലും ഒരു പ്രധാന ഉപാധിയാണ്. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ വായനയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ നിർത്തുന്നത്. എഴുത്തുകാരൻ എപ്പോഴും സ്വയം അപ്ഡേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അപ്ഡേറ്റ് ഉണ്ട്, ദിനേന അപ്ഡേറ്റ് ചെയ്യണം. അതിന് ദിനപത്രമാണ് ഒരു പ്രധാന ഒരിത്. പിന്നെ നമുക്ക് ആഴ്ച പതിപ്പുകളുണ്ട്, മാസികകളുണ്ട്. ഇതെല്ലാം ലോകത്തിറങ്ങുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇരിക്കും. ഇപ്പം നമുക്ക് കിട്ടാവുന്ന ഇപ്പം ഗാർഡിയൻ, വീക്കിലി, ഇൻഡിപെൻഡൻ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് പോവാം. കേരളത്തിൽ ഇറങ്ങുന്ന പ്രസിദ്ധീകരണങ്ങളൊക്കെയും ഇതൊക്കെ നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താണ് ഇതിൽ ഇത് ചെയ്യുന്നത്,
ചിലപ്പം ഒരു കഥ മൊത്തം വായിക്കാനായിട്ട് വന്നല്ലോ, ഒരു ചെറുപ്പക്കാരൻ്റെ കഥ. അയാൾ ആദ്യത്തെ ഒരു 2 പാരഗ്രാഫ് 3 എങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്, ഇടയ്ക്കൊന്ന് ഓടിച്ച് നോക്കാം അവസാനിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, അതിനൊരു 2 മിനിറ്റ് മതി. അങ്ങനെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഈ പഴയ മട്ടിൽ നമ്മൾ പറയുന്നത് നിരന്തരമായി മാറുന്നതല്ല. അപ്പം ഞാൻ ഇടക്കാലത്ത് വായിച്ച പുസ്തകത്തിനെ കുറിച്ചൊരു മലങ്കാടെന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ അടുത്ത മൂന്നാറിൻ്റെ ചരിത്രം. അവിടെ തമിഴിൽ ഒരു തൊഴിലാളിയായ ഒരു മനുഷ്യൻ എഴുതുകയാണ്. അയാളുടെ പരമ്പരയുടെ കഥയാണ്, നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത കഥയാണ്. അപ്പം അത് വായിക്കണം എന്നൊരു സാധനം തോന്നി ഞാൻ അതിനെക്കുറിച്ച് കുറിപ്പെടുത്ത് എഴുതുകയും ചെയ്തു. അങ്ങനെയാണ് വായനയുടെ ഒരു മാറ്റം വരുന്നത്. തീർച്ചയായിട്ടും. അങ്ങ് എഴുതിയതിൽ അങ്ങക്ക് ഏറ്റവും വെല്ലുവിളിയായി തോന്നിയിട്ടുള്ള വർക്ക് ഏതാണ്? ആ സബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയം മുതൽ തുടങ്ങുന്ന വെല്ലുവിളിയാണ്. വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഒരു ഹൈ റേഞ്ചിനെ കുറിച്ച് നമ്മളൊരു പുസ്തകം എഴുതുമ്പോഴത്തേക്ക് അവിടുത്തെ നിയമങ്ങൾ, അതിൻ്റെ ഒരു കുട്ടിയെ ദത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. ഇതിൻ്റെ ഈ ഹൈ റേഞ്ചിലാണ് ദത്ത്. അപ്പോൾ ഈ ദത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്ന ദത്ത് നിയമങ്ങളുടെ അതിലെ മാറ്റങ്ങൾ, ദത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കോടതി വിധികൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയും നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും നമ്മൾ വായിക്കുകയും അല്ലെങ്കിൽ വേറൊരാളിനെ ഇരുത്തി നമ്മൾ വായിപ്പിച്ച് അതിൻ്റെ നിന്നുള്ള അതിൻ്റെ സത്ത എടുത്ത് നമുക്ക് ആവശ്യമായതും ഒക്കെ തുടക്കം മുതൽ ഇതിൻ്റെ ഗവേഷണമാണ് ഇതിൻ്റെ പ്രധാന ഒരു വെല്ലുവിളി. മറ്റത് അതിൻ്റെ നാടകീയതകളും അതാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്. ഏത് വിഷയം ഉണ്ടാക്കുന്നത് ആ അപ്ഡേഷൻ എന്ന് പറയുന്നൊരു സംഗതി. അയാൾ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുകയല്ല. നമ്മൾ 100 ചെയ്യുന്നതിൽ 1-2 മണ്ടത്തരങ്ങൾ പെട്ടുപോയേക്കാം. പക്ഷേ അയാൾ 98 സംഗതികളിലും പൊതുമയായ സംഗതികളിലാണ് 2 എത്തിയത്. അത് മാനുഷികമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനുഷികം എന്ന് പറയുന്നതിലുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടും. പക്ഷേ അത് കൂടുതലായി കഴിയുമ്പോഴത്തേക്ക് അത് ഗുണപരമായ ഒരു സംഗതിയും ക്ഷമിക്കത്തക്കതായ ഒരു കാര്യമല്ല. ഇടത്തെ കൈകൊണ്ട് ഞാനൊരു നോവൽ എഴുതിയെന്ന്, അല്ലെങ്കിൽ ഇടത്തെ കൈകൊണ്ട് ഞാനൊരു ക്രൈം റോണറായിരുന്നു, ഇടത്തെ കൈകൊണ്ടൊരു സാധനം എഴുതി അങ്ങ് മാറ്റി എന്നൊരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. തീർച്ചയായിട്ടും. പക്ഷെ അതേപോലെ അങ്ങ് എഴുതാൻ ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ എഴുതി തുടങ്ങിയിട്ട് ഉപേക്ഷിക്കേണ്ടി വന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? സാമാന്യഗതിയിൽ അങ്ങനെ വരത്തില്ല. ഉപേക്ഷിക്കേണ്ടതായ പല സംഗതികളും ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ പല സംഗതികൾ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് എഴുതേണ്ട പല നമ്മുടെ കൂട്ടുകാരന്മാർ ഇവരെല്ലാം നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോകേണ്ടതില്ല. ഉപേക്ഷിക്കുക എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കഥാതന്തുവിൽ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ഒരു ജീവനുണ്ട്. ഈ കഥയെ പറഞ്ഞ് മുമ്പോട്ട് ഇത് ബ്രാഞ്ച് ഔട്ട് ചെയ്യുകയും കൂടുതൽ കഥ പറഞ്ഞു പോകുമ്പോഴും ക്ഷീണിക്കാത്ത ഒരു ആത്മസത്ത ഈ കഥാബീജത്തിനുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത് നമ്മുടെ ഒരു എക്സ്പീരിയൻസും നമുക്കുള്ളൊരു ട്രിഗറും ഒക്കെയാണ്. അവിടെയാണ് നമ്മൾ ഈ ഒരാൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഞാനെന്നല്ല, ഒരു റൈറ്റർ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. പലതരത്തിലുള്ള റൈറ്റർ കപ്പാസിറ്റി എന്ന് വെച്ചാൽ അതാ. അപ്പം ആവശ്യം. പക്ഷെ നമ്മൾ ഇപ്പം ഞാൻ പറയാം, അമ്മിണിപ്പിള്ള വെട്ടുകേസ് എന്ന് പറഞ്ഞ കഥ, അതിൽ ആ അമ്മിണിപ്പിള്ള എന്ന് പറയുന്ന ആളിൻ്റെ കാഴ്ചയിലൊക്കെയാണ് ഞാൻ ആദ്യം എഴുതി തുടങ്ങി. അത് 7-8 തവണ നമ്മൾ എഴുതും. അപ്പോൾ നമുക്ക് തോന്നും ഇത് ശരിയാകത്തില്ല, ഉപേക്ഷിക്കാം ഇതിൻ്റെ ജീവൻ. പക്ഷെ നമ്മൾ അപ്പോഴും പറയാം അല്ല, അതിൻ്റെ അത്രയും ജീവനുള്ള ഒരു കാമ്പാണ് അതിലുള്ളത്. അതിൽ ഒരു ഘട്ടത്തിൽ വരുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാവുന്ന അതിൻ്റെ അകത്ത് 2 പെണ്ണുങ്ങളുണ്ട്. അവരാണ് കഥ പറയാൻ, അവരാണ് ആഘാതം ഏറ്റുവാങ്ങുന്നത്. അവരിലൂടെ വരുമ്പോഴത്തേക്ക് ഈ കഥ വികാസം പ്രാപിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് മനസ്സിലാവും ഈ നമ്മുടെ 8ാമത്തെ വേർഷനാണ് കറക്റ്റ് എന്നുള്ളത്. ഇതൊട്ടും എളുപ്പപ്പെട്ട പണിയല്ല. അതിയാതന പൂർണ്ണമായ സംഗതിയാണ്. എനിക്ക് വളരെ സിമ്പിളായിട്ട് എഴുതുന്ന അതിപ്രതിഭാശാലികളായ റൈറ്റേഴ്സ് ഉണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ യാതനാപൂർണമായ ഒരു പ്രക്രിയയാണ്. അതിന് നമ്മൾ എടുക്കുന്ന എഫേർട്ട് ചില്ലറയല്ല. തീർച്ചയായും. ഇത്രയധികം എഫേർട്ട് എടുത്തിട്ട് ഒരുപക്ഷെ എല്ലാവരും ഇങ്ങനെയാണോ നമുക്ക് അറിയില്ല, നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ഇത്രയധികം എഫേർട്ട് എടുത്ത് അങ്ങ് പൂർത്തിയാക്കുന്ന സൃഷ്ടി അങ്ങക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഏത് പോയിന്റിലാണ്? സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു 10-20 പേർക്ക് ഇത് വായിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ സഹായം. ഇവർ പറയുന്നൊരു പോയിന്റ് ഉണ്ട്, ഇതിൻ്റെ അകത്ത് ആൾതാമസമുണ്ട്, ഇത് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു, ഇത് ഭയങ്കര രസമായിരുന്നു, ഇത് എന്നെ മുമ്പോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്ന ആ ഒറ്റ മൊമെൻ്റ് തന്നെയാണ്. കുറേ സ്ഥലത്ത് പ്രശ്നമുണ്ട്, നമ്മൾ വിചാരിക്കുന്ന മട്ടിലേക്ക് അത് എത്തിയില്ല എന്ന് പറയുന്ന സ്ഥലത്താണ് നിരാശ. അത് പിന്നെയും ഇനിയും നന്നാക്കാം, പക്ഷേ നമ്മുടെ പരിധി കഴിഞ്ഞു, നമ്മൾ തളർന്നു, ഒരു പരുവത്തിൽ നമ്മൾ കൊണ്ട് എത്തിച്ചു, ഇത് ഓക്കെയാണ്, പിന്നെയും ഇനിയും നന്നാക്കാം, ഇത് രസമുണ്ട് എന്ന് 10 വായനക്കാരിൽ ഒരു 6 പേരും പറയുകയാണ്. ബാക്കി 2 പേർ വെള്ളത്തിലെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. അതതിൻ്റെ തെറ്റുകുറ്റങ്ങളാണ്. അത് കഴിഞ്ഞ് നമ്മളെ വിസ്മരിക്കുകയാണ് അവിടെ. ഭാഗ്യവശാൽ എനിക്കിതിന്ന് മുമ്പോട്ട് പോകാനുള്ള ഒരു ഏണിങ്സ് മറ്റ് ചില സംഗതികളെങ്കിലും പലരും വായിച്ചെത്തി ഇതിൻ്റെ ദൃശ്യമാക്കാനുള്ള ഒരവസ്ഥയിലേക്ക്, ആ കണ്ടീഷനിലേക്കും കൂടെ എത്തുന്നത് കൊണ്ട് ആ ഒരു നിരാശ വരുന്നില്ല. നമുക്കിത് ആവശ്യമുണ്ട്, ഈ ഉൽപ്പന്നത്തിന് ആവശ്യമുണ്ട് എന്നൊരു തോന്നലാണ്. ഈ കഥാതന്തു കുറേ ആൾക്കാരിലേക്ക് എത്തിക്കാനേ നമ്മളുടെ അടുത്ത് ആവശ്യപ്പെട്ട് ആൾക്കാർ വരുന്നു എന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് ഒരു തൃപ്തിയുടെ വേറെ ചില ഘടകങ്ങൾ ഉണ്ട്. അപ്പം അതൊക്കെയാണ് ഇതിനെ മുമ്പോട്ട് നയിക്കുന്ന ദൂരെ കാണുന്ന ചില വെളിച്ചത്തിൻ്റെ ചില പൊട്ടുകൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞതുപോലെ ഏറ്റവും ആത്മാർത്ഥമായിട്ടാണ് അങ്ങ് എഴുത്തിനെയും ഓരോ വിഷയത്തെയും ഓരോ കഥാപാത്രത്തെയും സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവാം വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൈകാരികമായിട്ട് ഏതെങ്കിലുമൊക്കെ തലത്തിൽ ഓരോ
സൃഷ്ടിയും അവനെ സ്പർശിക്കുകയും ആ ഒരു കൃതി അവൻ്റെ ഉള്ളിൽ പതിയുകയും ചെയ്യുന്നത് എന്ന് നിസ്സംശയം പറയാനാകും. തീർച്ചയായിട്ടും ആ സംതൃപ്തിയുടെ അനേകം അലകൾ അങ്ങേക്ക് തുടർന്നുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെ സന്തോഷം സന്ദീപ്, താങ്ക് യു. നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ GR ഇന്ദുഗോപനുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖ സംഭാഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണ സഹായം അനൂജ ഭാസ്കർ. നിർവഹണം സന്ദീപ് സുരേഷ്. അക്ഷരസൗരഭം